ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवति मे सदा। काळि काळि महाकाळि भद्रकाळि नमोऽस्तुते। कुलं च कुलधर्मं च मां च पालय पालय। ध्यायेत् नित्यं गणेशं परमसुखयुतं ध्यानसंस्थं त्रिनेत्रम् एकं देवं त्वनेकं परमसुखयुतं देवदेवं प्रपन्नं। शुण्ढोदण्डाद्य खण्ड उद्गलितमदजलल्लोलमत्तारिमारां श्रीमन्तं विघ्नराज्यं सकलसुखकरं श्रीगणेशं नमामि। योऽन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् नमो भगवते पुरुषाय तुभ्यं। बिभ्रद्वेणुं जठरपटयो शृङ्गनेत्रे च कक्षे वामे बाणो मस्तकबलं दत्तनानङ्गुलीषु तिष्ठन्मध्ये स्वपरिसुहृदो हासयन्नर्मभिस्वै स्वर्गे लोके विशति पुब्जे यज्ञभुक्बालकेळी। बर्हावीडं नडवरवपुत्तर्णयो कर्णिकारां बिभ्रद्वासकनककपिशं वैजयन्तीं च मालां गन्धान् वेणो अधरसुतया पूजयन् गोपवृन्दैः वृन्दारण्यं स्वपदरमणं प्राविशद्भागीरकीर्तिम्। विषाणाकामविमुरलिं निदम्बगे निवेशयन् कबलधरकराम्बुजे प्रहासयन् गणवचनैः कुमारकान् भुभोजित चिदशगणैर्मुदानुधा। सुखाशनं तिहतव गोपमण्डले मखाशनात् प्रियमिव देवमण्डले इति स्तुदाधिदशवरेर्जगत्पदे मरुत्पुरी निलय मां गदा प्रभाहि। कस्तूरितिलकं ललाटफलके वक्षस्थले कौस्तुभं नासाग्रे नवमौक्तिकं करतले वेणुं करे कङ्कणं सर्वाङ्गे हरिचन्दनं च कलयन् कण्ठे च मुक्तावलिं गोपस्त्रीपरिवेष्टितो विजयदे गोपालचूडामणि। सूर्यस्पर्धिकिरीटमूर्धतिलकप्रोद्भासि भालान्तरं कारुण्याकुलनेत्रमात्रे हसित उल्लासं सुनासापुडं गण्डोद्यं न कराभकुण्डलयुगं गण्डोज्ज्वलकौस्तुभं तद्रूपं वनमाल्यहारपटल श्रीवत्सदीपं भजे। यस्याननं मकरकुण्डलचारुकर्णभ्राजत्कपोलसुभगं सविलासहासं नित्योत्सवं न तदृभुषिभिः पिबन्द्यो आर्यो नरश्च मुदिता कुपितो निश्च। हरे नारायण हरे नारायण हरे नारायण हरे नारायण। पाणौ पायसभक्तमाहितरसं बिभ्रद्मुदा दक्षिणे सव्ये शारदचन्द्रमण्डनिभं हैहैयङ्गवीदं ददद
കണ്ടേ കൽപ്പിത പുണ്ടരീകനകമഭി ഉദ്ധാമദീപ്തം വഹൻ ദേവോ ദിഗംബരോ ദിശതു ന സഖ്യം യശോദാശിശു കസ്ത്വം ബാലാ ബലാനുജാതിമിഹദേ മന്മന്ദിരാശങ്കയാ യുക്തം തന്നവനീതഭാണ്ഡവിവരേ ഹസ്തം കിമർത്ഥം ന്യസേ മാതാ കഞ്ചനവത്സകം മൃഗയിതും ആകാവിഷാദം ക്ഷണാത് ഇത്യേവം വരവല്ലവീ പ്രതിവച കൃഷ്ണസ്യ പുഷ്ണാതുനാ പീഡേ പീഠനിഷണ്ണവാലകകളേ തിഷ്ടം സഗോപാലകോ യന്ത്രാന്തസ്ഥിതദൻ ദഗ്ധ ഭാണ്ഡ അപകൃഷ്യാച്ഛാദ്യഗണ്ഡാരവം വക്ത്രോവാന്തകൃതാഞ്ജലിം കൃതശിരക്കമ്പം വിവന്യത്പയം പായാഗതഗോപികാനയനയോർഗ് ഗണ്ഡൂഷഫുൽഖാരകൃത് വദനേ നവനീതഗന്ധവാഹം വചനേ തസ്കരജാതുരീധുരീണം നയനേ കുഹനാശ്രുമാശ്രയേധ ചരണേ കോമളതാണ്ഡവം കുമാരം ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ നാലാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ പുരഞ്ജനോപാഖ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം, എത്തി നോക്കാമെന്ന് മാത്രമാണ് വിചാരിച്ചത്. അത് നാരദൻ പ്രാചീന ബർഹിസിന് അന്ധകരണശുദ്ധിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. എന്താ ഈ അന്ധകരണം എന്ന് പറഞ്ഞാൽ അതാദ്യം മനസ്സിലാക്കണം. പക്ഷേ ഈ അന്ധകരണശുദ്ധി എങ്ങനെ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇനിയിപ്പോൾ യാഗങ്ങൾ ചെയ്ത് മനസ്സ് ശുദ്ധമാവും എങ്കിലും അന്ധകരണങ്ങളൊന്നും ശുദ്ധമാവില്ല. അതായത് ഇപ്പം നമ്മൾ സപ്താഹങ്ങളൊക്കെ നടത്തി ഭാഗവതങ്ങളൊക്കെ വൃത്തിയായിട്ട് വായിച്ചു, യജ്ഞങ്ങൾ ചെയ്തു, യാഗങ്ങൾ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമ്മുടെ അന്ധകരണങ്ങൾ, അതായത് മനസ്സ് ശുദ്ധമാകില്ല, ബുദ്ധി ശുദ്ധമാകില്ല, ചിത്തം ശുദ്ധമാകില്ല, അഹങ്കാരം തീരില്ല. അങ്ങനെ ഈ 4 അന്ധകരണങ്ങൾ, അങ്ങനെ ഞാൻ പറയേണ്ട ഈ അന്ധകരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കരണങ്ങൾ, ആ ഉള്ളിലെ കരങ്ങൾ ശുദ്ധമാക്കാത്തോടത്തോളം കാലം നമ്മൾ എത്ര നാരായണീയം വായിച്ചിട്ടും എത്ര ഭാഗവതം ചൊല്ലിയിട്ടും എത്ര യജ്ഞങ്ങൾ ചെയ്തിട്ടും എത്ര ഗണപതി ഹോമങ്ങൾ നടത്തിയിട്ടൊന്നും കാര്യമില്ല. ആ കഥയെയാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? പ്രാചീന ബർഹിസിന് നാരദൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാ ഈ പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താ? പ്രാചീന ബർഹിസ എന്ന് പറഞ്ഞ ബർഹിസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ എന്താ പറയുക ദർഭപ്പുല്ല് എന്ന് പറയുന്നത്. ആ പ്രാചീന ബർഹിസ പറഞ്ഞ പുല്ല്, ദർഭപ്പുല്ല് നടത്തും. കുറേ പുല്ലുകളെ കൊണ്ട് ഈ യജ്ഞങ്ങൾ നടത്തി, യാഗങ്ങൾ നടത്തിയിട്ട് ഭഗവാനെ രചിച്ച വലിയൊരു രാജാവായിരുന്നു പ്രാചീന ബർഹിസ്. അപ്പോൾ ഈ അന്ധകരണങ്ങൾ ശുദ്ധിയായാൽ മാത്രമേ, ആ അന്ധകരണ ശുദ്ധി സമ്പാദിച്ചാൽ മാത്രമേ ഈ മുക്തി ലഭിക്കൂ എന്നുള്ള കഥയാണ് പുരഞ്ജന കഥ എന്നുള്ള രീതിയിൽ ഭാഗവതത്തിൽ ഒരു അധ്യായം പറഞ്ഞിരിക്കുന്നത്. ശിശുര ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്
4-ാമത്തെ സ്കന്ധത്തിൽ അധ്യായം 25 തൊട്ടിട്ട് 29 വരെയുള്ള 5 അധ്യായങ്ങളിലൂടെയാണ് ഈ പറഞ്ഞ പുരഞ്ജന കഥ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥയിലൂടെ താത്വിക വശങ്ങളും ഉണ്ട് അതിൻ്റെ മുകളിൽ. നമുക്ക് ആദ്യം ആ പുരഞ്ജനന്റെ കഥയിൽ ആദ്യം നമുക്ക് കഥ പറയാം, പിന്നെ എന്താണ് താത്വിക വശം എന്നുള്ളത് നോക്കാം. എന്താ ഓരോ ഭാഗവതത്തിൽ പറയേണ്ടായി ശ്രീശുക ബ്രഹ്മർഷി അവസാനം എന്താ പറഞ്ഞത്? പരീക്ഷിത്തേ, ഈ കാണുന്നതൊക്കെ ഞാൻ കഥകളായിട്ട് പറഞ്ഞു തന്നതാണ്. കഥകൾ സ്വീകരിക്കേണ്ട. എന്താണ് സ്വീകരിക്കേണ്ടത്? അതിൻ്റെ ആത്മീയ തത്വങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കേണ്ട ആത്മീയ തത്വങ്ങൾ മാത്രം എടുത്താൽ മതി. അതെടുത്താൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ജ്ഞാനമുണ്ടാവും. ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ വൈരാഗ്യമുണ്ടായിരിക്കും. വൈരാഗ്യമുണ്ടായാൽ അടുത്ത സ്റ്റെപ്പ് മോക്ഷത്തിലേക്ക് എന്നെ പ്രാപിക്കാം എന്നുള്ളതാണ് ഭഗവാൻ ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു കഥ എന്നുള്ള നിലയ്ക്ക് ആദ്യം കഥ പറയാം. പണ്ട് പുരഞ്ജനൻ എന്നൊരു രാജാവ്, നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും, കഥകളൊക്കെ നല്ലോണം കേട്ടിട്ടുണ്ടായിരിക്കും, കഥകളൊക്കെ അറിയാം. എന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ള കാരണം ഈ പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പുരഞ്ജനന്മാരാണ്. അപ്പോൾ നമുക്കൊക്കെ കുറേ പുരഞ്ജനികളും ഉണ്ടാവും. അതേമാതിരി കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെയാണോ, ഒരു ഗൃഹസ്ഥാശ്രമിയെ വേണമെങ്കിൽ നമുക്ക് പുരഞ്ജനനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ പണ്ട് പുരഞ്ജനൻ എന്നൊരു രാജാവ് തൻ്റെ ഒരു അജ്ഞാത സ്നേഹിതനുണ്ടായിരുന്നു. ആ അജ്ഞാത സ്നേഹിതനെ ഉപേക്ഷിച്ച് ജീവിതം സുഖിക്കണമെന്ന് ആലോചിച്ചും കൊണ്ട് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിലുണ്ട് നമ്മൾ മനസ്സിലായി, 2 പേരുണ്ടായിരുന്നു. ഒന്ന് അജ്ഞാതനായിട്ടുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു, അത് പുരഞ്ജനുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ആ പുരഞ്ജന അജ്ഞാത സ്നേഹിതനെ വിട്ടിട്ട് എവിടേക്ക് പോയി? ജീവിതത്തിലെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ജീവിതസുഖം എവിടെ കിട്ടുക? ഭൂമിയിലാണ് കിട്ടുക. അപ്പം അങ്ങനെ നടന്നിട്ട് പല ഗൃഹങ്ങളും അന്വേഷിച്ചും കൊണ്ട് നടന്നു പുരഞ്ജനൻ നടന്നത്. ഒരു വീട് വാടകയ്ക്ക് നോക്കിയിട്ട് പോയത്. അങ്ങോട്ട് പോയിട്ട് കുറേ വീടുകൾ നടന്നു നോക്കിയിട്ട് വാടകയ്ക്ക് കിട്ടുമോ, വാടകയ്ക്ക് കിട്ടും. നമ്മളെങ്ങനെയാണ് വീട്ടിലേക്ക് വാടകയ്ക്ക് അന്വേഷിച്ചുകൊണ്ട് നടക്കില്ലേ? അതേമാതിരി കുറേ ഗൃഹങ്ങളൊക്കെ നടന്നു നോക്കി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവസാനം ഹിമവാന്റെ തെക്ക് ഭാഗത്തുള്ള 9 ദ്വാരമുള്ള, അതായത് 9 ഗോപുരമുള്ള ഒരു കൊട്ടാരം സ്വീകരിച്ചു. കുറേ വീടുകളൊക്കെ നോക്കി, അതിൽ 9 ദ്വാരങ്ങളുടെ കൊട്ടാരത്തിനെ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ആ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സകല സൗകര്യങ്ങളുള്ള കൊട്ടാരം. എന്താ വേണ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണെന്നുള്ളതാണ്. ആ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് 8 ഗോപുരങ്ങളിൽ എന്തെല്ലാം ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത് അറിയോ? ആ രീതിയിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സകല സൗകര്യമുള്ള ആ കൊട്ടാരത്തിൻ്റെ നടുക്കിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ പൂക്കൾ നിറഞ്ഞ് നല്ല ശുഭകരമായിട്ടൊരു അന്തരീക്ഷം, പുൽമേടുകളൊക്കെ ഉണ്ട്, ഇഷ്ടം മാതിരി ഉണ്ട് എന്നാണ് പറയുന്നത്. ആ പൂന്തോട്ടത്തിൻ്റെ നടുക്കിൽ സുന്ദരിയായിട്ടുള്ളൊരു യുവതിയെ കാണാൻ കണ്ടു. ആര് കണ്ടു? പുരഞ്ജനൻ കണ്ടു എന്നാണ് പറഞ്ഞത്. രാജാവ് കണ്ടു. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളിലുണ്ടാകുന്ന ആകർഷണ വലയത്തിൽ ആര് പോയി പെട്ടു? രാജാവ് പോയി പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ രാജാവ് ഒന്നും കൂടി നോക്കിയപ്പോൾ ആ യുവതിയുടെ കൂടെ ഉണ്ടല്ലോ ഒരു 5 തലയുള്ളൊരു സർപ്പം ആ യുവതിക്ക് ഇങ്ങനെ കാവല് നിൽക്കുകയാണ്. 5 തലയുള്ള സർപ്പം നോക്കിക്കൊള്ളുട്ടോ. ഈ 5 തലയുള്ള സർപ്പങ്ങളും പുരഞ്ജനിയും എല്ലാ കാര്യങ്ങളും താത്വികപരമായിട്ട് പറയുമ്പോഴാണ് അത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 5 തലയുള്ള സർപ്പം അവളെ കാത്തുരക്ഷിക്കുന്നത് കണ്ടിട്ട് പുരഞ്ജന രാജാവ് കൊട്ടാരത്തിൽ നിന്നിറങ്ങി ആ പടികൾ ഇറങ്ങിക്കൊണ്ട് ആ എന്താ പറയുക പൂന്തോട്ടത്തിലെത്തിയപ്പോൾ ഈ പുരഞ്ജനി, അതായത് ഈ സ്ത്രീ എന്ത് ചെയ്തു? 5 തലയുള്ള സർപ്പം കാത്തു നിൽക്കുന്ന യുവതി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിനെ കണ്ടതും തല താഴ്ത്തി നിന്ന് എന്താ പറയുക ആദരവോട് കൂടി നിന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചോദിച്ചു, ആരാ കുട്ടി നീ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയാണ്, അങ്ങ് എന്നെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷമായി. കേട്ടതും ആര് വീണു? അദ്ദേഹം പറഞ്ഞു, എന്നാൽ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞിട്ട് പരസ്പരം സമ്മതിച്ചതിന് ശേഷം അവർ വിവാഹം കഴിച്ചും കൊണ്ട് അവരെ കൊട്ടാരത്തിലേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. കഥയാണ് കേട്ടോ. ഒടുവിൽ ഇങ്ങനെ രാജാവ് അവളുമായിട്ട് ആ സുഖിച്ച് എല്ലാം, രാജാവിന് വേണ്ട ഭക്ഷണങ്ങളും രാജാവിൻ്റെ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ ഇവളെ കാക്കാൻ വേണ്ടിയിട്ട് അത് 5
പത്തിയുള്ള സർപ്പം എപ്പോഴും ആ ഡോറിൻ്റെ അവിടെ കാവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ രാജാവ് സത്യത്തിൽ ആ രാജാവ് അവൾക്ക് ഒരു അടിമയായിട്ട് തീർന്നു എന്നാണ് നാരദ മഹർഷി പറഞ്ഞ മനസ്സേ അതങ്ങോട്ട് അടിമയായിട്ട് തീർന്നു. അടിമ എന്ന് പറഞ്ഞാലും പോരാ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറയണത് വേദവാക്യം, അവൾ പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ, അവൾ പറയാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. അങ്ങനെ അടിമയായിട്ട് ആ രാജാവ് അവൾക്ക് അടിമയായിട്ട് തീർന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ സമയത്ത് തൻ്റെ അജ്ഞാതനായിട്ടുള്ള ആ സ്നേഹിതനെ ഈ രാജാവ് നമ്മളെ എവിടുത്തെ പിടിക്കണം, ഒരു അജ്ഞാതനായ സ്നേഹിതനുണ്ട്, ആ സ്നേഹിതനെ അവിടുന്ന് മറന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ അവൾക്ക് 10 വൃദ്ധന്മാരും 10 ദാസികളും ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ സ്ത്രീക്കുണ്ടായിരുന്നു. രാജാവിനാണെങ്കിലോ വലിയൊരു സൈന്യമുണ്ട്, അത്ര വലിയൊരു കൊട്ടാരമുണ്ട്. രാജാവിന് കുറേ സൈന്യങ്ങളുണ്ട്, ഇവൾക്ക് 10 ദാസിമാരുണ്ട്, 10 ആണുങ്ങളായിട്ടുള്ള വൃദ്ധന്മാരുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാജാവ് ഭാര്യയോട് ഒന്നും പറയാതെ നായാട്ടിനായിട്ട് പോയി പറഞ്ഞത്. ആ നായാട്ടിന് പോയപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ദേഷ്യം ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക, തിരിച്ചു വരുമ്പോൾ ചോദിക്കില്ല എവിടേക്കാ പോയേ എന്ന് ചോദിക്കില്ലേ, അതേമാതിരി ഒരു ചോദ്യം ആര് ഭാര്യ രാജാവ് ചോദിച്ചു എവിടേക്കാ പോയേ, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, അത് തിരിച്ചു പോയിക്കോളൂ എന്നായില്ലാതെ. അപ്പോൾ രാജാവ് മടങ്ങി വന്നപ്പോൾ രാജാവിനെ ഭാര്യ സ്വീകരിച്ചില്ല, സുരഞ്ജനി പറഞ്ഞിട്ടുള്ള സ്വീകരിക്കാണ്ടിരുന്നപ്പോൾ ഒരുവിധം അവളെ രാജാവ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റുകളെ പറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ പോയത് തെറ്റാണ്, നീ പറഞ്ഞ് ഞാൻ അനുസരിച്ചോളാം എന്നെല്ലാം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ ഒരു വിധത്തിൽ അവളെ അനുനയിപ്പിച്ചും കൊണ്ട് പുരഞ്ജനെ വശത്താക്കി എന്ന് പറഞ്ഞത്. അങ്ങനെ അവർ കുറേ കാലം ജീവിച്ചപ്പോൾ അവർക്ക് 111 പുത്രന്മാരും 110 പുത്രിമാരും ഉണ്ടായി. നമ്മൾ വിചാരിക്കുന്നുണ്ടോ 110 പുത്രന്മാരും 111 പുത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാമെന്ന് അങ്ങനെ ചിന്തിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്, അത് പറയുന്നതിൻ്റെ പിന്നിൽ താത്വികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ശ്രമിച്ചാൽ മതി, കഥകൾ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞത്. 111 പുത്രന്മാരും 110 പുത്രിമാരും ഉണ്ടായി. അങ്ങനെ അവരുടെ വംശം അങ്ങോട്ട് വലുതായി. ഒരാളുണ്ടായിരുന്ന തൻ്റെ സ്നേഹിതനെ മറന്നു പോയിട്ടുള്ള ആ ഒരാൾ പോയി വിവാഹം കഴിച്ച് അയാളുടെ കുടുംബം അങ്ങോട്ട് വളർന്ന് പന്തലിച്ചു പോയി എന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇങ്ങനെ മക്കളൊക്കെ ആയിട്ടും പേരക്കുട്ടികളൊക്കെ ആയിട്ട് സുഖിച്ചു കണ്ട് കാലം പോയത് പുരഞ്ജനൻ അറിയില്ല. അങ്ങനെ രാജാവ് വൃദ്ധനായി, ഒരു 80 വയസ്സൊക്കെ ആയി രാജാവിന്. അപ്പോൾ ഈ ഇത്രയും കാലം തൻ്റെ സുഹൃത്തിനെ 10, 60, 70 വർഷങ്ങൾ സുഖമായിട്ട് ജീവിച്ചിട്ടും ആ തൻ്റെ സുഹൃത്തിനെ എന്ത് മറന്നു, രാജാവിനെ ഓർക്കാൻ പോലും സമയം കിട്ടിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും പറയും, അത് ഇഷ്ടപ്പെട്ടില്ല പറയുമ്പോൾ വേറെന്തെങ്കിലും പറയുക, അപ്പോൾ കുട്ടികൾ പറയാം കുട്ടിക്ക് അസുഖമായി, പനിയായി, ഡോക്ടറിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ പ്രാരബ്ധങ്ങളിൽ ആര് നടന്നു ഈ പറഞ്ഞിട്ടുള്ള രാജാവ് കുടുംബകാര്യങ്ങൾ നോക്കാൻ ഇതൊക്കെ നമ്മളെന്നെയാണ് ഇവരെന്ന് മനസ്സിലാക്കിക്കൊള്ളുണ്ടോ. അതാണ് അവസാനത്തേക്ക് നമ്മൾ വരുന്നത്. നമ്മളിങ്ങനെ ഓടി നടക്കണില്ലേ, കുട്ടികൾക്ക് വയ്യാണ്ടാകുമ്പോഴേക്കും ജലദോഷം വരുമ്പോഴേക്കും ആദ്യം ക്രോസിങ് കൊടുക്കും, പിന്നെ ഓരോന്ന് കൊടുക്കും, അത് പറ്റില്ല പറഞ്ഞിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക് കൊടുക്കും, ഒന്നും പറ്റില്ല എടുക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കൊണ്ട് ചികിത്സ കൊടുത്താൽ കുട്ടികൾ അസുഖങ്ങൾ മാറില്ലേ. ആ ഡോക്ടർക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മാത്രമേ അസുഖം മാറുള്ളൂ, നമ്മൾ എന്ത് മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ രാജാവ് ഇങ്ങനെ നോക്കി ക്ഷീണിച്ചപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ രാജാവിൻ്റെ അടുത്ത് രാജാവിൻ്റെ കൊട്ടാരം ആക്രമിക്കാനായിട്ട് ചണ്ഡവേഗൻ എന്നൊരു ഗന്ധർവൻ തൻ്റെ അനുയായികളോട് കൂടിയിട്ട്, കുറേ അനുയായികളുണ്ട് ചണ്ഡവേഗൻ്റെ കൂടെ, വന്നിട്ട് രാജാവിനെ ആക്രമിക്കാനായി എത്തി, ആ കൊട്ടാരം ആക്രമിക്കാനായി എത്തി. അപ്പോൾ ആ ചണ്ഡവേഗൻ്റെ സൈന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 365 കറുത്ത ആൾക്കാരും 365 വെളുത്ത ആൾക്കാരും. 365 കറുത്ത ആൾക്കാരും 365 വെളുത്ത ആൾക്കാരുണ്ടായിരുന്നാണ് പറഞ്ഞത്. പിന്നെന്താണ്, അങ്ങനെ ഈ 365 കറുത്തതും വെളുത്തതുമായിട്ടുള്ള ആൾക്കാരും ചണ്ഡവേഗത്തിന് കൂടിയിട്ട് കൊട്ടാരം ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ കാവൽ നിന്നുണ്ടായിരുന്ന 5 തലയുള്ള ആ സർപ്പം യുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗംഭീരമായിട്ട് വളരെയധികം നന്നായിട്ട് യുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ചു കാലം ഈ സർപ്പങ്ങളും ഇവരും കൂടി യുദ്ധം ചെയ്തപ്പോൾ
ആ സർപ്പം തളർന്നു പോയി. സർപ്പം ക്ഷീണിച്ചുകൊണ്ട് നടന്നു പോയപ്പോൾ ആ സമയത്തേക്ക് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ കാലകന്യക എന്നും യവനേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പേര് വന്നിട്ട് ചണ്ഡവേഗന്റെ കൂടെ കൂടി. അപ്പം അത്രയും ചണ്ഡവേഗനായി, കാലകന്യകയായി, യവനേശ്വരനായി, 365 വെളുത്തവരായി, 305 കറുത്തവരായി. ഇവരൊക്കെ ഒരു ഭാഗത്ത് രാജാവിൻ്റെ 110 പുത്രന്മാരും 111 പുത്രിമാരും ഭാര്യയും കൂടിയിട്ട് വേറൊരു ഇതാണ് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അവർ തമ്മിൽ ഭയങ്കര യുദ്ധത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ രാജാവിനെ കണ്ടപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ കാലകന്യക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആരാച്ചിട്ടുണ്ടെങ്കിൽ കാലത്തിൻ്റെ മകളായിട്ടുള്ള ദുർഭഗ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ദുർഭഗ എന്നാണ് അവരുടെ പേര്. കാലകന്യക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലസ്വരൂപനല്ല, കാലത്തിൻ്റെ മകൻ, കാലൻ്റെ മകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ നമുക്ക്. നമ്മൾ ഈ കാലൻ എന്ന് പറയുന്ന അർത്ഥം നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ കാലം എന്ന് പറഞ്ഞാൽ എരുമപ്പുറത്ത് കയറിയോ പോത്തിൻ്റെ പുറത്ത് കയറിയോ ഒരു മുമ്പൊന്ന് പേര് നമ്മളിപ്പോൾ ഈ എന്താണ് തിരുവാതിര സമയത്ത് ജോലി വരുമ്പോഴൊക്കെ കാലിനൊക്കെ വരില്ലേ, തിരുവാതിരക്കല്ലേ ഒരു അതിൻ്റെ അല്ലേ, ആ വരുമ്പോൾ ആ കാലിനെ കണ്ടിട്ടുള്ളൂ. അതൊന്നുമല്ല, കാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തിൻ്റെ ഉടമ ആരാച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ ആ കാലത്തിലെ കാലസ്വരൂപൻ ഭഗവാനാണ്. ആ ഭഗവാൻ ഒരു സൈന്യാധിപനുണ്ട്, അതാണ് ഈ കാലൻ. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്, നമ്മുടെ പ്രവർത്തികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കാലൻ. അപ്പോൾ ഈ കാലകന്യക അതായത് ഈ കാലൻ്റെ മകളാണ്. അവളുടെ പേരാണ്, നല്ല പേരാ ദുർഭഗ എന്ന് പറയുന്നത്. ഇതൊരു പേരാ ദുർഭഗ. അപ്പോൾ അവളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ആരും കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടില്ല. അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാലകന്യക ഒരു വരനെ നേടിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ട് കുറേ എല്ലാവരോടും പോയി ചോദിച്ചു, ഇന്ദ്രൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഇന്ദ്ര എന്നെ കല്യാണം കഴിക്കണോ ചോദിച്ചു. അയ്യോ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്നെ രൂപൊക്കെ ഗംഭീരാണ് കേട്ടോ. അങ്ങനെ ഈ കുറെ നടന്നപ്പോൾ ആരും വേണ്ട എന്ന് പറഞ്ഞു. ദേവന്മാരൊക്കെ പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അവസാനം വരുമ്പോൾ ബ്രഹ്മചാരിയായിട്ടുള്ള നാരദൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നാരദൻ്റെ അടുത്ത്, നാരദ നമുക്കൊരു എവിടേക്കാ പോണേ ചോദിച്ചു. ഞാനിത് നാരായണ ചൊല്ലിയുടെ അടക്കല്ലേ. അപ്പോൾ പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ നാരദൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നാരദനോട് പറഞ്ഞു, ഈ കാലകന്യക പറഞ്ഞു, അങ്ങ് ഈ വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു, അത് കാരണം കൊണ്ട് എന്നെ വിവാഹം കഴിക്കൂ എന്ന് നാരദൻ പറഞ്ഞപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ നാരദൻ പറഞ്ഞു, അതേ കാലകന്യകെ ദുർഭഗെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല കേട്ടോ, എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല, ഞാൻ നിത്യബ്രഹ്മചാരിയാണ്, ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, എന്നെ വിട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് അവൾ ഒരു ശാപ കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞ ശപിച്ചതെന്നുണ്ടെങ്കിൽ, നാരദ ഞാൻ സുന്ദരിയായിട്ടുള്ള, സുന്ദരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കറുപ്പിനഴക വെളുപ്പിനഴക എന്നൊക്കെ പറഞ്ഞാൽ കറുത്ത സുന്ദരിയാണ് ആര്, ഈ പറഞ്ഞിട്ടുള്ള ദുർഭഗ എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനെ ആ ദുർഭഗ എന്തുണ്ടായിരുന്നെങ്കിൽ നാരദ നിനക്ക് അരനാഴിക നേരം ഒരു ഭാഗത്ത് നിൽക്കാതിരിക്കട്ടെ, നിൽക്കാൻ പറ്റാണ്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ശാപം അങ്ങോട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ശപിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, ഓ നന്നായി, എനിക്ക് തന്നെ ആഗ്രഹം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക, അപ്പോൾ നമ്മുടെ ഇങ്ങനെ തന്നെയാണ് കസേര ഒന്ന് മാറി ഒരു ഭാഗത്ത് തുടർച്ചയായിട്ട് 2 മണിക്കൂർ ഇരുന്ന് നോക്കി നോക്കുമ്പോൾ അടുത്ത മണിക്കൂറിൽ ആ കസേരയ്ക്ക് ബുക്കായി കഴിക്കുക, എൻ്റെ കസേരയായിട്ട് തോന്നുന്നു ഇല്ലേ. നാരദൻ എന്താ ഒരു ഭാഗത്ത് ഇരിക്കാത്തത്, എന്താണ് എന്തുകൊണ്ടാണ് ഇരിക്കാത്തത്? നമ്മുടെ ഇരിപ്പിടം കിട്ടിയോ ജീവിതകാലം പൊഴുക്കെ. ഇനിയിപ്പോൾ അടുത്ത വർഷം സപ്താഹത്തിന് നോക്കിയാലും ഇവർ 3 പേര് മുമ്പിലേക്ക്, നിങ്ങൾ 4 പേര് മുമ്പിലേക്ക്, ഇങ്ങനെ തന്നെ ഉണ്ടാവും ജീവിതകാലം. അടുത്ത വർഷം ഇങ്ങനെയല്ല. ഇനി ഇവിടുന്നുള്ള സപ്താഹമൊക്കെ ഈ കാണുന്ന ആൾക്കാർക്ക് മുമ്പിലേക്കാണല്ലോ കസേര ബുക്ക് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പോൾ മന്ത്രി കസേര ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മന്ത്രിമാർക്ക് അവരുടെ കസേരയിൽ വേണം ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഈ കസേരക്കെട്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ പറഞ്ഞു, നിനക്കൊരു ഭാഗത്ത് ഇരിക്കാൻ പറ്റാണ്ട പോട്ടെ നാരദ പറഞ്ഞ് ശപിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, അയ്യോ ദുർഭഗ നന്നായിട്ടോ, ഒരു ഭാഗത്ത് ഇരുന്നാലല്ലേ സംസർഗം വരുള്ളൂ. എവിടെ ഇപ്പം സജ്ജനങ്ങളോട് സംസർഗം പോയാൽ നമുക്ക് നല്ല സ്വഭാവം കിട്ടും, ദുർജനങ്ങളോട് കിട്ടുന്നെങ്കിലോ നമുക്ക് ദുഷ്ട സ്വഭാവങ്ങൾ കിട്ടും എന്ന് പറഞ്ഞ് ശപിച്ചപ്പോൾ അതാണ് നാരദൻ്റെ ഗുണം. അതാണ് എന്ത് ശാപം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കും. അപ്പോൾ നാരദൻ പറഞ്ഞു, എന്തായാലും നീ എന്നെ ശപിച്ചില്ലേ, ഒരു കാര്യം ചെയ്തോ, പറയുക കാലകന്യക നീ ഒരു കാര്യം ചെയ്തോ. എന്താ വേണ്ടത്? അതെ, തൻ്റെ കൂടെ ഉണ്ടല്ലോ ആ യവനേശ്വരൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, വേണമെങ്കിൽ അവനെ പോയിട്ട് ഭർത്താവായി സ്വീകരിച്ചോ എന്നൊരു ഫ്രീ അഡ്വൈസ് കൊടുക്കും. എനിക്കെന്തായാലും പറ്റില്ല, എൻ്റെ കൂടെ എന്തായാലും ഉണ്ടല്ലോ. അങ്ങനെ ആ യവനേശ്വരനെ വിവാഹം കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി. സ്വന്തം ഏട്ടനെയാണ് വിവാഹം കഴിച്ചോളാൻ പറയണത്. അങ്ങനെ ഉണ്ടായില്ല, അത് സ്വീകരിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു പറയുകയാണ്. അപ്പോൾ രാജാവ് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 365 കറുത്തവരെയും 365 വെളുത്തവരെയും എല്ലാവരും കൂടിയിട്ട് യവന സൈന്യത്തെ എതിർത്തു നിൽക്കാൻ
പ്രാചീന ബർഹിസെ അവരെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ രാജാവ് ഇതിങ്ങനെ യുദ്ധം തോൽക്കാൻ തുടങ്ങിയപ്പോൾ രാജാവ് തൻ്റെ സുന്ദരിയായിട്ടുള്ള പത്നി എന്നപ്പോൾ രാജാവിൻ്റെ പത്നിയൊക്കെ നല്ല സുന്ദരിയാണ്. അപ്പം രാജാവിന് വിട്ടുപോരാൻ പറ്റുന്നില്ല. രാജാവ് എപ്പോഴും ആ പത്നിയെക്കുറിച്ച് ഇങ്ങനെ വേദാതിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ അവസാനം എന്തുണ്ടെങ്കിൽ രാജാവ് തോറ്റു. രാജാവിന് ആ കൊട്ടാരം യവന സൈന്യങ്ങളെ കീഴടക്കി രാജാവിനെ പിടിച്ച് പുറത്താക്കി. ഇല്ലേ? എല്ലാം എത്ര ഗംഭീരമായിട്ട് സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന രാജാവിനെ യവന സൈന്യം പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ യാഗം ചെയ്യുമ്പോൾ പുരത്തിന് യാഗം ചെയ്യുമ്പോൾ കുറെ പശുക്കളൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പശുക്കളി മാടിനൊക്കെ വന്നിട്ട് യാഗങ്ങളൊക്കെ ചെയ്യില്ലേ. അപ്പം ആ പശുക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വയ്യാണ്ടായപ്പോൾ 80 വയസ്സ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ കൂർത്ത കല്ലുകളെ കൊണ്ട് രാജാവിനെ കുത്തി മുറിവേൽപ്പിച്ചു. എന്താണ് അങ്ങനെയാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും പശുവിനൊക്കെ വെറുതെ ഇങ്ങനെ അടിച്ച് ആക്കിയിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ വെയ്യാണ്ട് കിടക്കുമ്പോൾ നമ്മളെ കുത്താൻ വേണ്ടിയിട്ട് അവർക്ക് വരുന്ന കൊമ്പ് കൊണ്ട് കുത്താൻ വേണ്ടിയിട്ട് മുറിവേൽപ്പിച്ചു. അങ്ങനെ അനേക കാലം വേദനകളൊക്കെ അനുഭവിച്ചും കൊണ്ട് ആ രാജാവ് മരിച്ചുപോയി. അതിനുശേഷം ആ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറയണ്ടായി, പുനർജന്മത്തിൻ്റെ കാര്യമൊക്കെ പറയണ്ടായി. ആ രാജാവ് മരിച്ചതിന് ശേഷം വിദർഭ രാജാവിൻ്റെ പുത്രിയായിട്ട് ജനിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കൊക്കെ മരിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് ഉണ്ടാവും. അപ്പം മരിച്ചപ്പോഴും ഈ ആരൊക്കെ ആ സ്നേഹിതൻ്റെ അനുഗ്രഹം കാരണം കൊണ്ട് അയാൾക്ക് ഓർമ്മശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ രാജാവ് അങ്ങനെ വിദർഭ അതെന്താ വിദർഭ രാജാവിൻ്റെ പുത്രിയായിട്ട് ജനിക്കാൻ കാരണം മരിക്കാൻ കാലത്ത് എൻ്റെ ഭാര്യ എന്ന് വിചാരിച്ച് മരിക്കുക കാരണം കൊണ്ട് അടുത്ത ജന്മത്തിൽ രാജാവായിട്ട് മാറി. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ മരിക്കാൻ കാണിക്കുന്ന ഭാര്യ അടുത്ത സ്ത്രീയായിട്ട് മാറും. നമ്മളിപ്പോൾ അതാ പറഞ്ഞ അത് ഓരോ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ ഭാര്യയെക്കാട്ടിലും കൂടുതൽ പൂച്ചക്കുട്ടികൾക്കും നായക്കുട്ടികൾക്കാവും സ്നേഹം ഉണ്ടാവുക അല്ലേ. മരിച്ചു പോകുമ്പോൾ മുത്തശ്ശിയും ആരുടെ കൂടെ കിടക്കുക വല്ല പൂച്ചക്കുട്ടികളോട് കിടക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ അവർ ഒപ്പം വിചാരിച്ചുള്ള പൂച്ചക്കുട്ടികളാവും. വയസ്സാം കാലത്ത് ഒന്നിനും അറ്റാച്ച്മെന്റ് വേണ്ട. അതാ പറഞ്ഞത് വയസ്സാം കാലത്ത് അറ്റാച്ച്മെന്റ് വേണ്ട, ഡിറ്റാച്ച്മെന്റിൽ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ അർത്ഥം എല്ലാവരും ഉപേക്ഷിക്കാൻ എന്നല്ല പറഞ്ഞത്. അതാ പറഞ്ഞത് മോഹങ്ങൾ ക്ഷയിച്ചാൽ മോക്ഷം എന്നിന്നലെ പറഞ്ഞ അതേമാതിരി തന്നെ എല്ലാ മോഹങ്ങളും നമ്മൾ വേണ്ടാതെ വെക്കണം. അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിദർഭ രാജാവ് ആ സ്ത്രീയെ ഓർത്തോർത്ത്, അതായത് പുരഞ്ജനിയെ ഓർത്തോർത്ത് അടുത്ത ജന്മത്തിലെ വിദർഭ രാജ്യത്തിലെ പുത്രിയായിട്ട് അവിടെ ജനിച്ചു എന്നാ പറയുന്നത്. ജനിച്ചു. അങ്ങനെ ആ രാജകുമാരി നല്ലൊരു ആളെ കല്യാണം കഴിച്ചു. അയാളുടെ പേരാണ് മലയധ്വജൻ. നിങ്ങൾ വായിക്കുമ്പോൾ ഒക്കെ നോക്കിയിട്ട് അതൊക്കെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ടാവും, പേരുകൾ മാത്രമേ അറിയുണ്ടാവുള്ളൂ. ആ മലയധ്വജൻ എന്ന രാജാവിനെ വിവാഹം കഴിച്ചു രാജകുമാരി. അപ്പൊ എവിടെ ഉണ്ടായിരുന്ന ആളാണ് ഈ പുരഞ്ജനിയായിട്ട് ഇരുന്ന പുരഞ്ജനൻ ഉണ്ടായത് ഈ ഇതായിട്ട് മാറി, വിദർഭ രാജ്ഞിയായിട്ട് മാറി. അങ്ങനെ മലയധ്വജനെ വിവാഹം കഴിച്ച് ആ മലയധ്വജനും ഇവൾക്ക് കൂടിയിട്ട് പുരഞ്ജനി എന്ന് പറഞ്ഞിട്ടുള്ള പുരഞ്ജനന്റെ രണ്ടാമത്തെ ജന്മത്തിലുള്ള അവർക്ക് ഒരു പുത്രനും ഉണ്ടായി, ഒരു പുത്രിയുണ്ടായി, 7 പുത്രന്മാരും ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അതായത് അവർ പുത്രന്റെ പേരാണ് ദൃഢച്യുതൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രന്റെ പേരുണ്ടായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ആ ദൃഢച്യുതൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ ദൃഢച്യുതനാണ് വലിയൊരു എന്താ പറയുക മൂത്ത പുത്രൻ ഉണ്ടായിരുന്നത്. അതായത് പിന്നെ ധൃതവൃത പറഞ്ഞിട്ടൊരു പുത്രി ഉണ്ടായി. 7 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും പറഞ്ഞു. അപ്പം മൂത്ത പുത്രനാണ് ദൃഢച്യുതൻ, രണ്ടാമത്തെ പുത്രിയാണ് എന്താണ് ഈ അവളുടെ പേരാണ് ധൃതവൃത പറഞ്ഞിട്ടുള്ളത്. ആ ധൃതവൃതയെ രാജാവ് അഗസ്ത്യ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ മലയധ്വജൻ പുത്രനെ ദൃഢച്യുതനെ രാജഭാരങ്ങളെ കേൾപ്പിച്ചു. വാനപ്രസ്ഥത്തിൽ പോയി ആ ഭാര്യയോട് കൂടിയിട്ട് 2 പേരും കൂടിയിട്ട് പോയി. അങ്ങനെ മലയധ്വജൻ 100 വർഷം തപസ് ചെയ്ത് മുക്തനായി. ആ മുക്തനായപ്പോൾ അയാളുടെ ദേഹം വെടിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് സങ്കടമായി. രാജാവിൻ്റെ ഭാര്യ ആരാണ്? കഴിഞ്ഞ ജന്മത്തിലെ അജ്ഞാത സ്നേഹിതനെ മറന്നിട്ടുള്ള പുരഞ്ജനൻ.
ഇല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. കഴിഞ്ഞ ജന്മത്തിൽ ആണായിരുന്നത് ഈ ജന്മത്തിൽ പെണ്ണായിട്ട് മാറി. ആ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ, ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ആരുണ്ടായത്? സങ്കടമായിപ്പോയി. മലയധ്വജം മരിച്ചപ്പോൾ സങ്കടമായി പോയപ്പോൾ ഇങ്ങനെ ആ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായപ്പോൾ എന്തുണ്ടായി? ആ സമയത്ത് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ടുള്ള ആ സ്നേഹിതൻ അവിടെ ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ, ഒരു താപസൻ്റെ വേഷത്തിൽ അവിടെ എത്തി. നമ്മൾ ബ്രാഹ്മണൻ്റെ വേഷത്തിലെത്തിയിട്ട് അവിടെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞ എന്താണ്? ഹേ പറയാണ്, ഹേ പുരഞ്ജന, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ടുപേരും മാനസ സരസിൽ ഒരുമിച്ച് വസിച്ചിരുന്ന രണ്ട് കൂട്ടുകാരായിരുന്നു എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങ് എന്ത് ചെയ്തു? അങ്ങ് ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ മനുഷ്യ ശരീരത്തിനെ സ്വീകരിച്ച് എന്നെ മറന്നുകൊണ്ട് വിഷയസുഖങ്ങളിൽ അങ്ങ് അനുഭവിച്ചു. അങ്ങനെ ആ ജീവന്റെ ഉള്ളിൽ ആ ഈശ്വര ചൈതന്യത്തെ മറക്കുമ്പോഴാണ് നമുക്കൊക്കെ ജീവിതസുഖങ്ങൾ, നമ്മുടെ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് ഈശ്വരനെ മറന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു. അത് പറഞ്ഞതിന് ഉപദേശം കൊടുക്കുകയാണ് ബ്രാഹ്മണൻ. അത് ഈ ശരീരം അനുഭവിക്കുന്ന ആ സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ അനുഭവിക്കുന്നില്ല. പരമാത്മാവായിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നില്ല. പ്രകൃതിക്ക് അധീനമായിട്ടുള്ള ആ ശരീരത്തിൻ്റെയും ആ പ്രകൃതി ഉൾക്കൊള്ളുന്ന പരമാത്മ ചൈതന്യത്തിൻ്റെയും തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹേ പുരഞ്ജന, നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഞാനും നീയും ഒക്കെ ഒന്ന് തന്നെയാണ്. പരമാത്മാവ് ജീവാത്മാവുമായിട്ടുള്ളതാണ്. ഇങ്ങനെ കുറച്ച് ആത്മജ്ഞാനങ്ങൾ ഉപദേശിച്ചപ്പോൾ അവളുടെ വിഷമം മാറി എന്നുള്ളതാണ് പുരഞ്ജനോപാഖ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഥകൾ നമ്മൾ ഏകദേശം മനസ്സിലായി. അപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ആരായി പുരഞ്ജനൻ, ആരായി കാലകന്യക, ആരായി ചണ്ഡവേദൻ, ആരാ മലയപൂജൻ, ആരായി അഗസ്ത്യ മഹർഷി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ താത്വികപരമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളെന്താ ഈ പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ, അതായത് പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ജീവനാണ്. അത് ഞാൻ തന്നെയാണ് പുരഞ്ജനൻ. ഓരോരുത്തരും വിചാരിച്ചോളൂ, ഇനിയിപ്പോൾ കിട്ടുന്ന ഒരു 10 മിനിറ്റ് ഞാൻ തന്നെയാണ് പുരഞ്ജനൻ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. എന്നിട്ടുണ്ടായത് അജ്ഞാന സ്നേഹിതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ ശരീരത്തില് ചിത്തത്തിലിരിക്കുന്ന വാസുദേവൻ തന്നെയാണ് അജ്ഞാന ചൈതന്യം. അത് ആത്മാർത്ഥ വിഫലങ്ങളാണ്. അപ്പൊ ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയുന്ന ആ ജീവാത്മാവിന്റെ കൂടെ എപ്പോഴും വിട്ടുപിരിയാതെ ഇരിക്കുന്ന ഒരാളാണ് പരമാത്മാവ്. അതേപോലെ നമ്മുടെ ശരീരത്തില് നമ്മുടെ അന്ധക്കരണത്തിലുള്ള ചിത്തത്തിലാണ് ഇരിക്കുന്നത്. ചിത്തത്തിലാണ് എന്താണ്? അതാണ് വാസുദേവൻ. ആ വാസുദേവൻ പരമാത്മാവാണ്. ഈ വാസുദേവൻ പാളിരി വാസുദേവനാണ്. അങ്ങനെ എത്ര വ്യത്യാസമായിട്ട്. അപ്പോ ഞാനെന്ത് ചെയ്തു? എന്റെ ഉള്ളിലിരിക്കുന്ന വാസുദേവനെ മറന്നു. എന്നിട്ട് ഞാനെന്ത് ചെയ്തു? എന്റെ പുരഞ്ജനെ കല്യാണം കഴിച്ചു. ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പുരഞ്ജൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കുട്ടികളുണ്ടായി ഭാരതത്തിൽ ഓടി നടക്കുന്ന അങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുക. നമ്മളെന്നെ വിചാരിക്കുക, നമ്മളെ ഓരോരുത്തർ നിങ്ങളൊക്കെ വിചാരിച്ചോളൂ ഇല്ലേ? അപ്പൊ അങ്ങനെ രാമോരേട്ടനെ വിചാരിച്ചു രാമോരേട്ടൻ. അപ്പൊ പുരഞ്ജന നിങ്ങളുടെ പുരഞ്ജന രാമോരേട്ടനും അത്രയും വ്യത്യാസമില്ല. ഇവിടെ പുല്ലിംഗം സ്ത്രീലിംഗം എന്നുള്ളതില്ല. അവനോടെ പുരഞ്ജനായി സങ്കല്പിച്ചു പോയി നിങ്ങൾ ഈ കഥയെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഈശ്വരനെ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ, വേറെ ആരും ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, ആരും വേണ്ട, ഈശ്വരൻ മാത്രമേ വേണ്ടൂ എന്നുള്ള ആ കഥ നാരദ മഹർഷി പ്രാചീന വർഗീസിന് അന്ധക്കരണം ചിന്തിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥയാണ് അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ പുരഞ്ജനൻ എന്ന രാജാവ് ജീവനാകുന്നു. അജ്ഞാന സ്നേഹിതൻ ആ ജീവന്റെ ഉള്ളിലിരിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ്. അപ്പൊ ജീവാത്മാവും പരമാത്മാവായി മാറി. അതാണ് രണ്ട് ഹംസങ്ങള് മാനസ സരസില് ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. മാനസ സരസ് പറഞ്ഞ എന്താണ്? മനസ്സിന്റെ ഉള്ളിൽ അന്ധക്കരണത്തിലുള്ള മാനസ സരസ് പറയുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ വലിയ അരയന്നങ്ങളും അതിൻ്റെ വലിയ തടാകം, അതിന്റെ ചുറ്റുഭാഗത്ത് പൂക്കള് പുല്ലുകളെന്ന് വിചാരിക്കരുത്. മാനസ സരസ്, അതായത് മനസ്സാകുന്ന സരസ്. അതില് രണ്ട് ഹംസങ്ങള്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളില് രണ്ട് ഹംസങ്ങളുണ്ട്. ഒന്ന് ജീവനാകുന്ന ഹംസവും ഒന്ന് പരമാത്മാവായിട്ടുള്ള ഹംസവും. അപ്പൊ ആ രണ്ടുപേരും കടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ജീവൻ എന്ന് പറയുന്ന പരമാത്മ ഹംസത്തിനെ വിട്ടുകൊണ്ട് സുഖം
സുഖം അന്വേഷിച്ച് നടക്കാൻ പോയി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവാത്മാവ് പോയിട്ട് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് എന്തുണ്ടായി, ഇങ്ങനെ വീടന്വേഷിച്ച് നടന്നു. എത്ര വീട് നടന്നു? കുറേ വാടക വീട് അന്വേഷിച്ച് നടന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്തുണ്ടെങ്കിൽ പല ജന്മങ്ങളിലെ പല ശരീരം സ്വീകരിച്ചും കൊണ്ട് എന്താ പറയുക ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതായത് കുറേ വീടുകൾ അന്വേഷിച്ചു, വാടക വീട് കുറേ അന്വേഷിച്ചു എന്ന അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ജീവിതങ്ങൾ എടുത്തു. പൂച്ചയായിട്ടും പട്ടിയായിട്ടും മഞ്ഞയായിട്ടും കാളയായിട്ടും കുതിരയായിട്ടൊക്കെ ജീവിതങ്ങൾ എടുത്തു. അവസാനം ഒരു വീട് കണ്ടു, കൊട്ടാരം കണ്ടു. അതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. മനുഷ്യജന്മം അവിടെ കണ്ടത് മനുഷ്യ ശരീരമാകുന്ന കൊട്ടാരം ആര് സ്വീകരിച്ചു? ആ ജീവൻ സ്വീകരിച്ചു. അജ്ഞാത സമൂഹത്തിനെ മറന്നു. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും സ്വീകരിക്കാൻ, പഞ്ചഭൂതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചഭൂതങ്ങൾ കാണിച്ചു തരുന്ന, പ്രകൃതിയിൽ കാണിച്ചു തരുന്ന വികൃതികളെ സ്വീകരിച്ചും കൊണ്ട് ഈ പഞ്ചഭൂതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മാനസ സരസിൽ നിന്ന് ജീവാത്മാവ് എന്ന് പറയുന്ന ആ ജീവൻ മനുഷ്യ ശരീരം സ്വീകരിച്ചു. പല ജന്മങ്ങളുണ്ട്. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഹിമാലയത്തിന്റെ തെക്കുഭാഗത്ത്, ഹിമാലയത്തിന്റെ തെക്കുഭാഗം ഏതാണ്? ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഹിമാലയത്തിന്റെ തെക്കേ ഭാഗത്ത് താഴ്വരയിലാണ് ഭാരതം നിൽക്കുന്നത്. ആ ഭാരതത്തില് ഹിമാലയത്തിന്റെ താഴത്ത് ഒരു വീട് കിട്ടിയെന്ന് പറഞ്ഞു. ആ മനുഷ്യ ശരീരമാണ് കൊട്ടാരം. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് ഭാരതഖണ്ഡത്തിലാണ് ഭാരതം. 5 തലയുള്ള സർപ്പം എന്ന് പറഞ്ഞു. ആരൊക്കെ കാണുന്നു? 5 തലയുള്ള സർപ്പം അതിനുവേണ്ടി കാണുന്നു. അതായത് 5 തല എന്ന് പറഞ്ഞെങ്കിൽ പഞ്ചപ്രാണങ്ങളാണ്. ആരൊക്കെയാണ് പഞ്ചപ്രാണങ്ങൾ? പ്രാണൻ, അപാനൻ, ജ്ഞാനൻ, ഉദാനൻ, സമാനൻ. ഈ 5 പ്രാണങ്ങളാണ്. ഇല്ലേ നമ്മുടെ ഉള്ളിലുള്ളതായ നമ്മൾ സർപ്പ വിചാരിച്ചോളൂ. ഇല്ലേ അത് ആ പ്രാണനെ സർപ്പമായി കണ്ട് അതിന് 5 തല. അപ്പൊ സർപ്പമാരാണ്? പ്രാണനാണ്. ഈ പ്രാണനില്ലെങ്കിലോ കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിന്റെ കാവക്കാരനായിട്ട് നിൽക്കുന്നതാണ് ഈ സർപ്പമാണ്. ഈ പഞ്ചപ്രാണങ്ങൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിലോ ആ കൊട്ടാരം ഇടിഞ്ഞു വീഴുന്നതാണ്. അങ്ങനെ ഈ ശരീരത്തിലെ പഞ്ചപ്രാണങ്ങളായിട്ടുള്ള പ്രാണൻ, അപാനം, ജ്ഞാനം, സമാനം, ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൊട്ടാരത്തിന്റെ ഒരു കാവക്കാരനാണ്. അതിന് സുന്ദരിയായിട്ടുള്ള സ്ത്രീ എന്ന് പറഞ്ഞാലാണ് നമ്മളുടെ ജീവൻ പുരഞ്ജനാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? എന്തിലൊക്കെ പറഞ്ഞതല്ലേ? നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനെന്നല്ല. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് മനസ്സാണോ? മനസ്സെന്നല്ല ചെയ്യുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇല്ലേ? ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യാം? അവൻ ബുദ്ധിയില്ല പറഞ്ഞത് കേൾക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് അയാൾക്ക് അറിയില്ല. അല്ലെ? ബുദ്ധി ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധി ക്ഷയിച്ചു പോയാൽ എന്താണ്? അതന്നെയാണ് ബുദ്ധിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ നമ്മളിപ്പോ ആ ബുദ്ധിയെ വീട്ടിലാർക്ക പ്രാധാന്യം? നിങ്ങളൊക്കെ എല്ലാവർക്കും വീട്ടിലാർക്ക പ്രാധാന്യം? വീട്ടമ്മയ്ക്കല്ലേ? ഗൃഹനാഥന്റെ പണി എന്താ? കാശൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക. ആരെടുത്താ കൊണ്ടു കൊടുക്കുക? നിങ്ങൾ അവളുടെ മുഖത്ത് നോക്കുന്നു വേണ്ട. എല്ലാവരും അവളുടെ ഡിഗ്രി വെച്ചത് നോക്കുന്നുണ്ട. അതൊന്നല്ല. ആരൊക്കെ കൊടുക്കുക? വീട്ടിലെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അടക്കം ചിട്ടയോട് കൂടിയിട്ട് വെക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. പുരഞ്ജനൻ ഈ പറഞ്ഞിട്ടുള്ള ആ 5 തലയുള്ള സർപ്പം കാവൽ നിൽക്കുന്ന ഈ ശരീരത്തില് ഈ ബുദ്ധി എന്ന് പറഞ്ഞ, അപ്പൊ നമ്മുടെ ബുദ്ധിക്ക് കാവൽ നിൽക്കുന്നതാരാണ്? ഈ 5 പ്രാണന്മാരാണ്. ഈ പ്രാണന്മാരില്ലെങ്കിൽ ബുദ്ധി ഉണ്ടാകില്ല. ഇല്ലേ? അപ്പൊ ഈ ബുദ്ധി ഇല്ലെങ്കിൽ ആ ജീവസ് അറ്റതാണ്. വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം പറയാനുള്ള കാരണം നമ്മളിതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ സുന്ദരിയായ സ്ത്രീ ബുദ്ധിയാണ്. അപ്പോ ആ ബുദ്ധിക്ക് അധീനനായിട്ട് ജീവൻ ഒരു അടിമയെ പോലെ ജീവിച്ചു. രാജാവ് തന്റെ ഭാര്യയ്ക്ക് അടിമയെ പോലെ ജീവിച്ചു എന്ന് പറയുന്നു. ഇല്ലേ? കല്യാണം കഴിച്ചു നോക്കൂ. ഇല്ലേ? അടിച്ചൊക്കെ വിളിക്കേട്ടാ അല്ലെങ്കിൽ കേട്ടാന്ന് വിളിക്കുന്നു.
എന്താ അത് വരുമ്പോൾ കുറച്ച് അത് കൊണ്ടുവരണം, അത് അവിടുത്തെ ഇത് കൊണ്ടുവരണം, സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഇതൊക്കെ വിളിച്ച് പറഞ്ഞതാരാ? നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നതാരാ? ബുദ്ധിയല്ലേ തരുന്നത്. അപ്പോ ഈ ബുദ്ധി പറയുന്ന കാര്യം, ബുദ്ധിക്ക് അടിമപ്പെട്ടും കൊണ്ട് ഒരു ജീവൻ എങ്ങനെയാണോ ഇരിക്കുന്നത്, അതാണ് സ്ത്രീക്ക് അടിമപ്പെട്ടിട്ടുള്ള പുരഞ്ജനൻ എന്ന് പറയുന്നത്. സ്ത്രീക്ക് അടിമപ്പെട്ട പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ കൺട്രോൾ ചെയ്യാണ്ട് ആ ബുദ്ധിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവുക? ആ ബുദ്ധിക്ക് അടിമയായിട്ട് ജീവിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ ബുദ്ധി പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്ന പറഞ്ഞത്. അങ്ങനെ നേരത്തെ പറയണ്ടായി, ഈ പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ട് ജീവൻ പോയിട്ട് ബുദ്ധിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചു. പിന്നെ അവൾക്ക് ഉണ്ടായിരുന്നു 10 ദാസന്മാരുണ്ടായിരുന്നു എന്നുള്ളതല്ലേ? 10 ദാസന്മാര് ഉണ്ടായിരുന്നു. ആരൊക്കെ 10 ദാസന്മാര്? അതായത് 10 ദാസന്മാരും 10 ദാസികളും എന്ന് പറഞ്ഞില്ലേ? പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമാകുന്ന 10 ദാസന്മാരും ആണുങ്ങളും ഇല്ലേ? അവരുടെ അതായത് ആ ഇന്ദ്രിയങ്ങളുടെ വൃത്തികൾ, കണ്ണ് മൂക്ക് നാക്ക് തൊക്കെ ഇല്ലേ? വാക്ക് പാണി പാദം വായു ഉപസ്ഥം പറഞ്ഞിട്ടുള്ള 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അവർ 10 ദാസന്മാരുണ്ട്. അവരുടെ വൃത്തികളെന്തൊക്കെയുള്ളത്? ഈ സ്പർശിക്കുക, നടക്കുക, ഇരിക്കുക, കിടക്കുക പറഞ്ഞില്ലേ? ആ വിസർജിക്കുക പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയ വൃത്തികളുണ്ടല്ലോ. കണ്ണിന്റെ പ്രവൃത്തി എന്താ? കാണുക ഇല്ലേ? ചെവിയുടെ പ്രവൃത്തി എന്താ? കേൾക്കുക. ത്വക്കിന്റെ പ്രവൃത്തി എന്താ? സ്പർശിക്കുക ഇല്ലേ? നാക്കിന്റെ സ്പർശം എന്താ? രുചിക്കുക ഇല്ലേ? അങ്ങനെ ഈ 5 പഞ്ചേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളാണ് 10 ദാസന്മാർ. 5 5 10. അപ്പൊ 10 ദാസന്മാരാണ് ആ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ആ കർമ്മേന്ദ്രിയത്തിന്റെയും ജ്ഞാനേന്ദ്രിയത്തിന്റെയും പ്രവർത്തികളെയാണ് 10 ദാസിമാരായിട്ട് പറയുന്നത്. ആരൊക്കെ? ഈ ജീവന്റെ നമ്മളുടെ ദാസിമാരായിട്ടാണ്. പിന്നെ പറഞ്ഞു, ഒരു ദിവസം അദ്ദേഹം ആരോടും മിണ്ടാതെ പുരഞ്ജനൻ മിണ്ടാതെ പോയിട്ട് നായാട്ടിന് പോയി എന്ന് പറഞ്ഞില്ലേ? മിണ്ടാണ്ട് പോയി, വീട്ടിൽ നിന്ന് മിണ്ടാണ്ട് പോയി. നമ്മളിടയ്ക്ക് പോകുമ്പോൾ ദേശപ്പോട്ടേക്ക് പോകുമ്പോൾ മിണ്ടാണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? എവിടേക്കാ പോയി എത്ര നേരമായിട്ട് എന്താ വരാതിരുന്നത്? ഇങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാവരും ചോദിക്കും. ചോദിക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മുടെ ഈ പാദം പറഞ്ഞങ്ങളൊക്കെ ചോദിക്കും. എവിടേക്കാ പോയി? മിണ്ടാണ്ട പോയി നോക്കി നോക്കുമ്പോൾ അവനോട് എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാവും മിണ്ടാണ്ട് ഇറങ്ങി പോയിട്ടുണ്ടാവുക അല്ലേ? തിരിച്ചു വരുമ്പോ അങ്ങനെ ആ ചോദിച്ചു പറഞ്ഞിട്ട് ഈ നായാട്ടിന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ കടന്നുറങ്ങുമ്പോ ജീവന്റെ സ്വപ്നാവസ്ഥയെയാണ് നായാട്ടിന് പോയി. നമ്മൾ കടന്നുറങ്ങുമ്പോൾ വലുതും അറിയും. നമ്മൾ അമേരിക്കയിലേക്ക് പോകും, ബാംഗ്ലൂർ പ്രവർത്തനത്തിലേക്ക് പോകും, ബോംബെയിലേക്ക് പോകും, പൂനെയിലേക്കൊക്കെ പോകില്ലേ? അവിടെ പോയിട്ട് നമ്മൾ എന്താ കാണുന്നത്? അവിടെ നമ്മൾ ജീവിച്ച മാതിരി കാണില്ലേ? പോയിട്ട് മിണ്ടാണ്ട് പോവാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നാവസ്ഥയെയാണ് എന്ത് പറയുന്നത്? നായാട്ടിന് പോയി എന്ന് പറയുന്നത്. ആ സ്വപ്നാവസ്ഥയെ കാണിക്കുന്നത്. അപ്പൊ ഈ സ്വപ്നാവസ്ഥയിൽ എന്തുണ്ടാവുക? ബുദ്ധി പ്രവർത്തിക്കുകയോ? നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുകയോ? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. അതാണ് ഭാര്യയ്ക്ക് ദേഷ്യം വന്ന് ഭാര്യ മിണ്ടാണ്ട് പോയി. അപ്പോ ബുദ്ധിയില്ലാതെ ജീവൻ സ്വപ്നത്തില് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് സുഖിച്ചു വാഴുന്നു എന്ന് പറയുന്നത്. അതാണ് ആ ബുദ്ധി പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് ഭാര്യയെ കൂടാതെ അകത്തും പുറത്തും ഇടയ്ക്ക് പോയിട്ട് വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഓരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ദ്വാരങ്ങളുടെ പേരുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പറയാൻ നമുക്ക് എത്തില്ല. അത് കാരണം കൊണ്ടാണ് കുറെ പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ വേണ്ട. അപ്പൊ ഭാര്യയെ കാണാണ്ട് അകത്തും പുറത്തും പോയിട്ട് വന്നു പറയുമ്പോ സ്വപ്നം കാണുക, നീക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ കടന്നുറങ്ങുക, സ്വപ്നം കാണുക, ഇതിനൊക്കെ തന്നെയാണ് അയാളുടെ അകത്തും പുറത്തും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? ബുദ്ധി കൂടെ പോകില്ല. ബുദ്ധി എപ്പോഴും അവിടെ ഉണ്ടാതെ അവിടെ ഇരിക്കുന്ന പറഞ്ഞത്. അങ്ങനെ ഈ സ്വപ്നം കണ്ട് നീട്ടി നമ്മൾ ഉറങ്ങി നീട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ എന്ത് ഭാവം ഉണ്ടാവുക? ഞാൻ പറഞ്ഞത് സ്വപ്നം കണ്ട് നീട്ടുക, നമ്മുടെ ഉറങ്ങി നീട്ടുക, നമ്മുടെ ഭാവം എങ്ങനത്തെ ഉണ്ടാവുക? ഓരോരുത്തർ ശരിക്കും അവരുടെ സൗന്ദര്യം വരണമെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കണ്ണാടിയിൽ നോക്കിയാൽ ഇത് ഞാൻ തന്നെയാണോ എനിക്കൊരു സംശയം തോന്നാറുണ്ട് അല്ലേ? മുടിയൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് അല്ലേ? ചിലപ്പോൾ രാത്രി നടക്കുമ്പോൾ ഒരു കൊണ്ടൊക്കെ കെട്ടി വെച്ച് ഒന്ന് പോയി നോക്കും. നമ്മുടെ മുഖം ഒന്ന് കണ്ണാടി പോയി നോക്കും. എന്ത് രസമാകുന്നില്ലേ? അപ്പോ ഇതെന്താ പറയുന്നത്? അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ മരണാവസ്ഥയിലാണ് കടന്നുറങ്ങും പോവാൻ. വല്ല അന്തമുണ്ടോ? ബോട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല അല്ലേ? വെള്ളം വന്ന് വെള്ളമുണ്ടായാലും നമ്മൾ അറിയില്ല. അപ്പൊ അങ്ങനെ
ഈ ആലസ്യത്തിലെ ബുദ്ധി മുങ്ങി എന്നാണ് പറയുന്നത്. അതാണ് ബുദ്ധി മിണ്ടാണ്ടിരുന്നു പറയുന്നത്. ഭർത്താവ് വന്നപ്പോൾ ആദ്യം ഒന്ന് കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നു. അതായത് അങ്ങനെ ആലസ്യം മാറിയിട്ട് ഇല്ലാതെ പറയുന്നത്. അപ്പോൾ ഈ ആലസ്യം ഉള്ളപ്പോൾ ബുദ്ധി നമ്മളെ സ്വീകരിക്കില്ല. അതാ വെളിച്ചാകുമ്പോൾ വഴിക്ക് അങ്ങനെ വേഗം പോയി പല്ല് തേറ്റി കുട്ടിയെ, മുഖത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക, ആദ്യം പോയി കുടിക്കുക. എന്തിനാ വിളിച്ചാൽ നമ്മൾ കുടിക്കുന്നത്? എന്തിനാ വിളിച്ചപ്പോൾ കുടിക്കാൻ പറഞ്ഞാൽ അമ്മമാരെ പറഞ്ഞാൽ കുടിക്കുക പറയുന്നത് ഈ ആലസ്യം പോവാനാണ്. ആലസ്യം പറഞ്ഞെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കില്ല. വെളിച്ചാകുമ്പോൾ എനിക്ക് നമ്മൾ പറയാറില്ലേ, ഓ ഇങ്ങനെ പണ്ടത്തെ കാലത്ത് ഇന്നത്തെ അമ്മമാർ പറയില്ല, അമ്മമാരെ 7 മണിയാവും പറഞ്ഞിട്ട് കാര്യമല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ വെളിച്ചാകുമ്പോൾ നീച്ച വഴിക്ക് പോയി വല്ലേശം ആടാന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒതുപ്പെടുത്തുന്നുണ്ട് ഇല്ലേ. അപ്പം നമുക്ക് എല്ലാം കൊണ്ടെടുത്തിട്ട് വയ്യെങ്കിലും നമ്മുടെ പുറത്ത് പോയിട്ട് അമ്മാനെ നാട്ടം കുടിക്കാൻ വേണ്ടി പോകും, ഞാനും കുളിക്കാൻ വേണ്ടി പോകും കുട്ടിയോടെ പോയിട്ട് അന്ന് അമ്മാനെ പോയി താമസിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ചാട്ടായി നീന്തലായി ഒക്കെ അതുവരെ മുന്നാണ്ടിരിക്കും. കാരണന്മാരൊക്കെ അങ്ങനെയാണ് ഉള്ളത്. ഞാനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടാകുന്നത്. കുളിക്കാൻ എത്തിച്ച് ഞങ്ങളെ കൊണ്ടുപോകും. എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമാന്ദ്യത്തെ മാറ്റാനാണ് വെളിച്ചാകുമ്പോൾ കുടിക്കാൻ പറയുന്നത്. ഇന്നത്തെ കുട്ടിയോട് പറഞ്ഞു അവര് കുടിച്ചില്ല, എന്ത് പറഞ്ഞാലും കേട്ടില്ല, അത് കുടിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വെളിച്ചാകുമ്പോൾ കുടിക്കാൻ അത് രാത്രി 12 മണി വരെ ഈ മൊബൈൽ തോന്നിക്കൊണ്ട് ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ചെവിടെ ഉള്ളിൽ പാട്ട് വെച്ചാൽ ഉറക്കം വരും. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ അങ്ങനെയാണ്. അതൊക്കെ അമ്മമാരെ പറഞ്ഞ് നിർദ്ദിപ്പിക്കണം. പറഞ്ഞിട്ട് പറഞ്ഞെടുക്കാൻ പറ്റുമോ? അതിന് ഇവിടെ 4 മുന്നിൽ വെച്ചാൽ പോയി പഠിച്ചോ, അത് എന്താ കാണിച്ചോ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുന്നല്ലാണ്ടല്ലേ എൻ്റെ അടിപൊളിയുള്ള പ്രശ്നങ്ങളൊക്കെ അത്. അപ്പം അതാ പറഞ്ഞത്, ഈ ബുദ്ധി അതായത് സ്വപ്നാവസ്ഥയിൽ നിന്ന് പുറത്ത് വന്ന് ആ ജീവൻ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ജീവന്റെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാനാണ് വെളിച്ചാകുമ്പോൾ ശുചിത്വം ഉണ്ടാവണം എന്ന് പറയുന്നത്. അതാണ് കുടിക്കണം എന്ന് പറയുന്നത്. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ബോഡിയൊക്കെ അങ്ങോട്ട് ലെവലായിട്ട് തീരും. അങ്ങനെ ആലസ്യം മാറുമ്പോൾ ആ പഴയ പോലെ ബുദ്ധി ജീവനെ സ്വീകരിക്കും എന്ന് പറഞ്ഞ അർത്ഥമാണ് അല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്, കുറേ പോയിട്ട് ബുദ്ധി ഇങ്ങനെ ഓരോന്ന് കാണിച്ച് തെറ്റുകൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവസാനം പുരഞ്ജനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി മാറി എന്താ പറയുക ശുചിത്വം വന്നപ്പോൾ ആ ബുദ്ധിയെ പുരഞ്ജനൻ സ്വീകരിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു. അതായത് ഈ 111 ആൺകുട്ടികളുണ്ടായി, 110 പെൺകുട്ടികളുണ്ടായി എന്ന് പറഞ്ഞു. എന്താ അർത്ഥം? അതായത് 10 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തോടെ ഒരാൾ കൂടി ഉണ്ടാ നമ്മുടെ കൂടെ ഉള്ളത് 10 ഇന്ദ്രിയങ്ങളും കീഴടക്കി. എന്താ പറഞ്ഞ 10 ഇന്ദ്രിയങ്ങളും കീഴടക്കി മറന്നുപോയി. ഒറ്റ മനസ്സ് ഏകാഗ്രമാക്കി ഇല്ലേ, ഗുരു മഹാരാജ് പഠിപ്പിച്ചിട്ടുള്ള പാട്ടാണ് ഇല്ലേ. 10 ഇന്ദ്രിയങ്ങളും കീഴടക്കി ഒറ്റ മനസ്സിന് ഏകാഗ്രമാക്കി ഇല്ലേ. അപ്പൊ 10 കൂടെ ഒന്നുകൂടി ഇല്ലേ 11. എന്താ മനസ്സ് ഇല്ലേ. മനസ്സ് ഏകാഗ്രാക്കേണ്ട നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുമോ? ഇത് സാരൊക്കെ പഠിക്കണ ചെന്താമരയികൾ കണ്ണിലേറ്റം ചന്തം കലർത്തും മഷിയെഴുതി ഉൾപൂവിലാനന്ദവേലിയാലും എൽപൂവിരത്തോരു നാസകാന്തി തൊണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിന്റെ മാധുര്യമെങ്ങും വീശി. പണ്ട് പഠിച്ച അതാണ് നിങ്ങളെ പറഞ്ഞത്. പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മ പറഞ്ഞെങ്കിൽ മഹാരാജ അനുഗ്രഹിച്ചാലും ആദ്യത്തെ മുകളിൽ വെച്ചു. ആരെ പറ്റിയിട്ടാ വർദ്ധിക്കുന്ന വികസനത്തിന്റെ ഭഗവാന്റെ ഭംഗിയെ പറ്റിയിട്ടാണ്. തൊണ്ടിപ്പഴത്തിന് നാണമേകും ചുണ്ടിന്റെ മാധുര്യം എങ്ങും വീശി. എന്ത് അർത്ഥമായിട്ട് ഇതേമാതിരി പറഞ്ഞിട്ടുണ്ട്. മണികൾ മിന്നുന്ന മണി കിരീടവും ചിരോചിലേക്കുന്നു കുറുനില തന്നിൽ നനഞ്ഞ അങ്ങനെ ഇങ്ങനെ ഭഗവാനെ പറ്റിയിട്ട് ആരാ വർണ്ണിച്ചത്? ഇങ്ങനെ നിറഞ്ഞിട്ട് ചെയ്ത ആരാ അറിയില്ലേ? ഭീഷ്മസ്തുതി വായിച്ചോ?
ഭീഷ്മർ പറയാണ്, ഭീഷ്മർ ഭഗവാനെ പറ്റി വർണ്ണിക്കുകയാണ്. കണ്ണൻ്റെ ആ എന്നോട് യുദ്ധം ചെയ്യുമ്പോൾ ആ മഹാഭാരതത്തിലുണ്ട്. ഭീഷ്മൻ പറയാണ്, കണ്ണ എന്താ കാണാൻ ഭംഗി, എന്നെ കാണാൻ എന്താ ഭംഗി എന്നുള്ളത് ആ ഭീഷ്മരെ സ്തുതിക്കുകയാണ്. നിരന്ന രീതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര അർത്ഥവത്തായിട്ടുള്ള ശ്ലോകങ്ങളാണ് ആ ഇതാണ്. അതൊക്കെ നമുക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് ആ ഭഗവാനെ നമുക്ക് ഓർക്കാൻ നമ്മളോട് സാധിക്കില്ല. അവിടെ തിരിച്ചു പോരുക. 111 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഇന്ദ്രിയങ്ങളും മനസ്സും. അപ്പൊ 111 എങ്ങനെയാ വന്നത്? ഈ ഓരോരോ ഇന്ദ്രിയങ്ങളും 10 വിഷയങ്ങളെ ഉണ്ടാക്കുക ഇല്ലേ? ഇപ്പൊ കണ്ണ് എന്താ ഉണ്ടാവുക? അങ്ങോട്ട് ഓടും. ഒരു വിഷയം അങ്ങനെയായി, ഒരു പ്രവൃത്തി അങ്ങനെയായി. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ അവിടെ കാണുമ്പോൾ ഇവിടെയും കാണുമ്പോൾ അങ്ങനെ ഒരു കണ്ണിൽ നിന്ന് 10 നമ്മൾ കുറേ അർത്ഥമുണ്ടോ? അപ്പോൾ 10 × 10 100 ഇല്ലേ? അപ്പോൾ 110. അപ്പോൾ അതിൻ്റെ മനസ്സും കൂടിയിട്ടുണ്ടെങ്കിൽ 110 ആൺകുട്ടികളും 110 പെൺകുട്ടികളും. അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും വിഷയങ്ങൾ കൂടുമ്പോഴാണ് ഇത് പറയുന്നത്. അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതായത് പിന്നെ ബുദ്ധിയുടെ ഗുണങ്ങളുണ്ട്. നമ്മളിത് പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും 110 ആൺകുട്ടികളെ പറഞ്ഞു. പെൺകുട്ടികൾ ആരൊക്കെ? പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിക്ക് കുറേ ഗുണങ്ങളുണ്ട്. എന്താ ബുദ്ധി ഗുണങ്ങളുണ്ട്? എന്തൊക്കെയാ ബുദ്ധിയുടെ ഗുണങ്ങൾ? എന്തൊക്കെയാണ് ബുദ്ധി? നമുക്ക് ലജ്ജ ഇല്ലേ, കരുണ, ഒരാളുടെ സ്നേഹം കാണിക്കുമ്പോൾ നമ്മളെ മൊബൈലിൽ വിഭത്സം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ നവരസങ്ങള്? ഈ നവരസങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? ചിന്തിക്കൂ, എവിടുന്ന നവരസങ്ങൾ വരുന്നത്? നമ്മൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ എവിടുന്ന ഇത് വരുന്നത്? എന്തൊക്കെ നവരസങ്ങള്? കുറെ കാലം നമ്മള് പറയും നവരസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 9 രസങ്ങളാണ് പറയണത്. ആ 9 രസങ്ങൾക്ക് 10 വികാരങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് 110 എന്ന് പറയുന്നത്. അതായത് ലജ്ജ ഒരെണ്ണം, കരുണ എന്ന് പറയുന്ന സാധനം അല്ലേ, കരുണ. പിന്നെന്താണ്? ശൃംഗാരം. അപ്പൊ ഓർമ്മ വരും. ഡാൻസ് കളിക്കുമ്പോൾ ഈ മുദ്രകളൊക്കെ കാണിക്കാറുണ്ട്. എന്തൊക്കെയാണ് 9 നവരസങ്ങള്? ലജ്ജ, കരുണ, ശൃംഗാരം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ഭീഭത്സം, ശാന്തം. ഇത് 9 ഉള്ളൂ. 10ാമത്തെ ഒന്നും കൂടി എന്താ? നവരസങ്ങളെ നമുക്കറിയുള്ളൂ. നമുക്ക് വേണ്ടത് ഈ കാര്യങ്ങളേ ഉണ്ട്. ബുദ്ധിയുടെ 9 രസങ്ങളാണ് നവരസങ്ങൾ എന്ന് പറയുന്ന ലജ്ജ, കരുണ, ശൃംഗാരം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ഭീഭത്സം, ശാന്തം എന്ന 9 10ാമത്തെ ഭക്തി. ഭക്തി ഒരു രസമാണ് അല്ലേ? പാട്ടൊക്കെ പാടി നല്ല ഗണേശ ശരണം, ശരണ ഗണേശ സ്വാമിയപ്പ അതൊക്കെ വിളിച്ചു നോക്കി ഇന്നങ്ങോട്ട് കയ്യടിച്ചു നമ്മളൊക്കെ മറക്കും. അതൊരു രസമല്ലേ? ഇപ്പൊ ഡാൻസ് കളിക്കുമ്പോൾ ബിബൽസം എന്ന് പറഞ്ഞ ഒരു രസമല്ലേ? നരസിംഹമൂർത്തിയെ പറ്റിയിട്ടൊക്കെ ഒന്നാമത് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭാവം ഉണ്ടാവുക? അതൊരു രസമല്ലേ? അതേമാതിരി അത് ഭജനയ്ക്ക് അയ്യപ്പനെ പറ്റി ഭജിക്കുമ്പോഴൊക്കെ ഇല്ലേ എന്താ ഒരു രസമല്ലേ? അപ്പൊ ഭക്തി, അതാണ് ഭക്തി രസം. അത് കേട്ടിട്ടില്ല അല്ലെ? 9 രസങ്ങളെ കേട്ടിട്ടുള്ളൂ. കാരണം എന്താ അറിയോ? നമുക്ക് 9 രസേ വേണ്ടൂ. മനുഷ്യന് 9 രസേ വേണ്ടൂ. അതേ നമുക്കറിയുള്ളൂ. 10ാമത്തെ രസം ഭക്തി ആർക്കും വേണ്ട. സന്യാസിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ വേണ്ടു. അല്ല മഹർഷിമാർ പാടി വെച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും, മഹർഷിമാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഭക്തി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് നവരസങ്ങളെ നമുക്ക് അറിയുള്ളൂ. ഭക്തി വേണ്ട. അപ്പോ ആ 10ാമത്തെയാണ് ഭക്തിരസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ 10ാമത്തെ കൂടുമ്പോൾ അങ്ങനെ 10 × 11 110 ബുദ്ധിയുടെ, അതാണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്. സ്ത്രീകളെ പെൺകുട്ടികളെന്ന് പറയാനുള്ള കാരണമല്ല. ബുദ്ധിയുടെ ഭാവങ്ങളാണ് 10 ഈ പറഞ്ഞ 110. അപ്പൊ 110 പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും അവരുടെ വൃത്തികളെയും അതുമാതിരി ബുദ്ധിയുടെ 10 വൃത്തികളെയും, അതായത് നവരസങ്ങളെ പ്ലസ് ഭക്തിയുടെ 10 വൃത്തികളും അവരുടെ ഇതും കൂടി കൂടുമ്പോഴാണ് 110 പെൺകുട്ടികളെ എന്ന് പറയുന്നത്. അങ്ങനെ അത് ആര് സൃഷ്ടിച്ചു? ഈ പുറത്തിനും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ഇങ്ങനെ ഇന്ദ്രിയ ഈ പറഞ്ഞ 110 ചെയ്യുന്ന പുണ്യപാപങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടിയിട്ട് വീണ്ടും ആ കഷ്ടകാലികളിൽ പ്രപഞ്ചത്തിൽ കണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാതെ സംസാരത്തിൽ കടന്നത് ആ സമയത്താണ് എന്ത് പറഞ്ഞത് 50 ആയുസ് സുഖിച്ചു കഴിഞ്ഞു. സുഖിച്ചു കഴിഞ്ഞപ്പോൾ
പിന്നെന്തായ ചണ്ഡവേഗൻ എന്ന് പറയുന്ന ഒരാൾ വന്നു. ആരുടെ കൂടെ? ചണ്ഡവേഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും തടുക്കാൻ പറ്റാത്ത ചണ്ടൻ വേഗൻ എന്നർത്ഥം ഇല്ലേ? ചണ്ടൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, ഉദ്ദണ്ഡൻ എന്നൊക്കെ പറയില്ലേ? ചണ്ടൻ. വേഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ? നമുക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കണം. എന്താണ് ചണ്ടവേഗൻ? കാലം ഇല്ലേ? കാലം നമ്മളെ ബാധിക്കുന്നുണ്ടോ? കാലം നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഒരു ചോദ്യം ഇല്ലേ? ഇന്നലെ കണ്ട ഞാനാണ് ഇന്ന് ഇല്ലേ? ഇനി ഞാൻ കണ്ട ആളല്ലോ ഞാൻ ഇന്ന്, നാളെ കാണുന്ന ആളാണ് ഇന്ന്. എന്താ നമ്മുടെ ഓരോ ദിവസം നഖമുടരുന്നില്ലേ? ഒരാഴ്ച കഴിയുമ്പോഴേക്കും വെട്ടിയ നഖം പിന്നെയും വെട്ടണം. എന്താ നമുക്ക് വളർച്ച ഉണ്ടോ? അതേമാതിരി കാലങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. അതായത് കാലത്തിനെയാണ് ചണ്ഡവേഗൻ എന്ന് പറയുന്നത്. ഇന്നലെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് കെട്ടി ഒന്നാമത്തെ എന്താ പറയാ പത്താട് ദിവസം ബർത്ത്ഡേ കേക്ക് കട്ടിയും 50 വയസ്സായിട്ടോ അല്ലേ? 50 ആയസ് കുറഞ്ഞു എന്നാ പറയേണ്ടത്. നമ്മുടെ 100 വയസ്സ് ആയസുണ്ടെങ്കിൽ 50 നമ്മളെന്താ ആഘോഷിക്കുക ചെയ്യുക? എന്താ മരിക്കാൻ ആഘോഷിക്കുകയാണ്. അതാണ് ജന്മദിനം ആഘോഷിക്കാറുണ്ടോ? നമ്മള് ജന്മദിനം ആഘോഷിക്കുക എന്നുള്ള പേരിൽ നമ്മൾ പറയണമെന്നറിയോ? മരണദിനം അടുത്തും കൊണ്ടിരിക്കുന്നതിനെ ആഘോഷിച്ചും കൊണ്ട് കേക്ക് മുറിക്കുക. എന്താ മുറിക്കണത്? നമ്മളെ തന്നെ കുത്തുക ഇല്ലേ? അതിപ്പോ കുറച്ച് മോഡേൺ ആക്കിയിട്ടുണ്ട്. എന്താണ്? ഒരു വടക്കൊക്കെ കൊളത്തി വെച്ച് ആരോ ഒരാൾ പറഞ്ഞു നമ്മുടെ ഹിന്ദുക്കളാണ്, നമ്മൾ മെഴുകുതി കത്തിക്കാൻ പാടില്ല, കട്ടക്കട്ടെ ഒരു വടക്ക് ഉണ്ടാകട്ടെ ഇല്ലേ? നേരം കൊണ്ട് ആ 4 ദിവസം അമ്പലത്തിൽ പോയിട്ട് വഴിപാടായിട്ട് ഒരു സഹസ്രനാമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും കുട്ടികളുടെ കേക്ക് കൊണ്ടുവരായി, മകൻ അകത്ത് വരികയായി, മകളുടെ ഇവിടുന്ന് വേറെ കേക്ക് കൊണ്ടുവരായി, 2 പേരും കേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്ക് അച്ഛനും കൺഫ്യൂഷനായി ആരുടെ കേക്ക് ആദ്യം വൃത്തിയാണ് ഇല്ലേ? അപ്പൊ പറയാ മകൻ കൊണ്ടുവന്നത് അവിടെ ഇരിക്കും. അപ്പൊ മകളുടെ മുഖത്ത് വെക്കും, മകള് കണ്ണു വൃത്തി കഴിഞ്ഞു. അപ്പൊ മകൻ അപ്പൊ രണ്ടും കൂടിയിട്ട് ഒറ്റ തേരലും ഒറ്റ മുറിക്കും ഇല്ലേ? അങ്ങനെ അവിടെ എന്തുണ്ടാവുന്നത്? ഈ സ്പർദ്ധകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ ഈ ചണ്ഡവേഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം എന്ന് പറയുന്നത്, കാലത്ത് പറയുമ്പോൾ എന്താണ്? ഒരു വർഷം എത്ര ദിവസം? ഒരു വർഷം പറഞ്ഞ എത്ര ദിവസം? 365 ദിവസമല്ലേ? എന്താ പറയുക? 360 ദിവസമല്ലേ? ഞാൻ എത്ര കർത്തവരുണ്ട് പറഞ്ഞു? 365 കർത്തവര് പറഞ്ഞോ? ആരാ? രാത്രി. വെളുത്തവരോ? 365 പകല്. ഈ 365 പകല് 365 രാത്രിയായി എന്താണ്? കാലം മാറി ഇല്ലേ? 32 വയസ്സെന്നുള്ളത് 33 വയസ്സായി. ആണോ? ഈ 365 പകലും അതാണ് ആരുടെ? ഈ ചണ്ഡവേഗൻ എന്ന് പറയുന്ന കാലത്തിന്റെ സേനാനികളാണ് ഈ പറഞ്ഞ 365. അങ്ങനെ അതായത് ഈ കറുപ്പും വെളുപ്പും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പകലും രാത്രിയെന്നെ പറയുന്നത്. ഇങ്ങനെ ഇവര് വന്നു. ആര്? കാലം വന്നപ്പോൾ പാമ്പ്, 5 തലയുള്ള സർപ്പം ഇല്ലേ? ആരാ 5 തലയുള്ള സർപ്പം? ആരാ? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ? പ്രാണൻ എന്ന് പറഞ്ഞില്ലേ? ജീവൻ എതിർത്തു. എന്റെ കൊട്ടാരത്തിലേക്ക് കയറണ്ടാ പറഞ്ഞിട്ട് ഇല്ലേ? എന്റെ കൊട്ടാരം ആരാ? എന്റെ ശരീരം. എത്ര ദ്വാരങ്ങളുണ്ട്? 9 ദ്വാരങ്ങളുണ്ട്. എത്ര ഇതുണ്ട് ഇല്ലേ? നമുക്ക് 9 നവദ്വാരത്തിലല്ലേ? നവദ്വാരേ പുരേദേഹി ദൈവ കുർബൻ നകാരയൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ 9 ദ്വാരങ്ങളുടെ കൊട്ടാരം ആരാ? എന്റെ ശരീരമാണ് ഇല്ലേ? കാലം ചണ്ഡവേഗം വന്നു. കൂട്ടത്തിൽ കൂടെ വയസ്സ് കൂടി 50 വയസ്സായി. അങ്ങനെ വന്നപ്പോ ഈ പ്രാണൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കാലഗതിയെ, കാലം വരുന്നതിനെ എതിർക്കും ഇല്ലേ? എതിർക്കാൻ പറഞ്ഞാൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാണ്. തലയിലൊരു നര വന്നു, വെള്ളനര വന്നു വിചാരിക്കുക. 45 വയസ്സ് പറയും ഭാഗ്യനര പറയാറുണ്ട്. ഭാഗ്യനര എന്ന് പറയാറില്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഭാഗ്യനര 2ാമത്തെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഒന്നുകൂടി നിർത്തി ഏതൊക്കെ ഓർമ്മിച്ച് ഏതൊക്കെ രീതിയിൽ പ്രായങ്ങളൊക്കെ വന്നിട്ട് ആരും അറിയാണ്ട രീതിയിൽ ഇതാക്കും. മറച്ചു വെക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം 1 മാസം കഴിഞ്ഞാൽ അതിന്റെ കളറാ പോയാൽ
3 പിന്നെ അടിച്ചടിപ്പിച്ചൊരു നാളിനാണ്ട് ഇതൊക്കെ കറുത്തക്കണമുണ്ടോ അല്ലേ? വെളുപ്പാ ഇതൊക്കെ ഒരിക്കൽ നിർത്തിയാൽ മതി, പിന്നെ വെളുപ്പായി തന്നെ ഇല്ലേ? അപ്പൊ പറയുന്നത് കുഞ്ചിയമ്മ കഴിഞ്ഞ മക്കളെ എന്ന് പറഞ്ഞാൽ അതിന് 6 വയസ്സായിട്ടുണ്ടാവും ഇല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ കറുത്ത ആമാരായിട്ടുണ്ട് അടച്ചിട്ടോ അത് ഇല്ല, അത് കാരണം കൊണ്ട് പറയുന്നത് അവരുടെ നീ തെറ്റാൻ വേണ്ടി സ്ഥലം ഒഴിവാക്കി. അതാണ് എന്താ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ഈ കാലത്ത് അതാ ഞാൻ പറയണത്. ഈ പ്രാണങ്ങൾ വരുമ്പോൾ നമ്മുടെ വയസ്സ് ഒരു 50 വയസ്സാകുമ്പോൾ നമ്മൾ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടേക്ക് പോവുക? ജിമ്മിന് പോവും ഇല്ലേ? വെളിച്ചാകുമ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോവും, ഓട്ടത്തിന് പോവും, എക്സസൈസ് തലകുത്തി മറിഞ്ഞ് കുറേ കാലത്തൊക്കെ എക്സസൈസ് ചെയ്യും. അത് വരുന്ന ചെയ്യില്ല. ഡോക്ടർ പറയും കാലുമുട്ടിൻ്റെ വേദനയ്ക്ക് നടക്കണ്ട, വീട്ടിലിരുന്നിട്ട് എക്സസൈസ് ചെയ്തോളൂ. ഞാൻ പോയി ഡോക്ടറെ അടുത്ത് കൃഷ്ണകുമാർ ഡോക്ടർക്ക് പോയപ്പോൾ പറഞ്ഞു കാലുമുട്ട് വേദന തുടങ്ങിയിട്ട് ഡോക്ടറെ പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ പറയണേ നടക്കാൻ പോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. എന്നാലും ഒട്ടും പോകണ്ട. എന്തേ ഇത് തടി കുറയ്ക്കാൻ പറ്റ വഴിയുണ്ടോ നോക്കിയുള്ളൂ. തടി കുറയ്ക്കുമ്പോൾ അത്ര തടിയൊന്നും ഇല്ല, എന്നാലും സാരില്ല വയറൊക്കെ ഒന്ന് കുറയ്ക്കാം. അയാൾ വിടില്ലല്ലോ, ഡോക്ടർ വിടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, നടക്കണ്ട, വീട്ടിലിരുന്നിട്ടേ അരക്കി മീനുണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചോളൂ. ഐ എക്സസൈസ് അത് ചെയ്യാൻ പറ്റണ്ടേ? നടക്കാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ എക്സസൈസും അതുമാതിരി നമ്മുടെ ഡൈയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഈ കാലത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം ജീവൻ കടന്നിട്ട് കഷ്ടപ്പെടുന്നത്. അതാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. അവസാനം എന്തുണ്ടായേ? നരവൊന്നുമില്ലേ? അതാണ് കാലകന്യക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ചണ്ടവേഗന്റെ കൂടെ ആരുണ്ടായിരുന്നു? കാലകന്യകന്റെ ജരാനര എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാലകന്യകയും ജരാനരയും പറഞ്ഞിട്ടുള്ള 2 വന്നു. അതാണ് തലമുടിയൊക്കെ നരക്കുന്നത്. അപ്പോൾ അവസാനം എന്തുണ്ടായ? ആര് തോറ്റു എന്നാ പറഞ്ഞത്? 5 തലയുള്ള സർപ്പം തോറ്റു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വന്നപ്പോൾ ഒരു 50 വയസ്സ് വരയ്ക്കും കയ്യൊക്കെ അടിച്ച് 60 വയസ്സിൽ തീരുമാനിച്ചു ഈ കയ്യൊക്കെ അടിച്ചിട്ട കാണാൻ പോയി കണ്ടോട്ടെ. അപ്പോഴാണ് ജീവൻ സർവ്വം ചെയ്തു ഇല്ലേ? തോറ്റു ഇല്ലേ? തോറ്റപ്പോൾ എന്തായി? ജരാനരൊക്കെ അവർ ജയിച്ചു. ആരെ? വെളുത്ത മുടിക്കാരൻ ജയിച്ചു ഇല്ലേ? കാലുമുട്ട് വേദന ജയിച്ചു. 60 വയസ്സ് കഴിക്കുന്ന ഓപ്പറേഷനായി മക്കൾ കൊണ്ടുപോയി 2 ലക്ഷം ചിലവാക്കിയിട്ട് കാലുമുട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. കുറച്ച് ദിവസം കൂടി നിൽക്കും, പിന്നെന്ത് കൊണ്ടുവരും തന്നെയാണ്. അങ്ങനെ ജീവൻ ഈ ചണ്ടവേഗനോട് യുദ്ധം ചെയ്തും കൊണ്ട് ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് വേറൊരാൾ പറഞ്ഞു യവനേശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരാൾ 70 വയസ്സാകുമ്പോഴേക്കുണ്ടല്ലോ ഒരു യവനേശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നു എന്ന് പറഞ്ഞു ഇല്ലേ? ആ യവനേശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭയം. യവനേശ്വരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയം എന്ന് പറഞ്ഞ സാധനമാണ് ഇല്ലേ? 70 വയസ്സാകുമ്പോഴേക്കും തോടി വിളിച്ചു, ഇനി ഞാൻ പതുക്കെ നടക്കുള്ളൂ, എന്നാ ഇനി പോവുക ഇല്ലേ? ഇനി അധികമൊന്നുമില്ല. അപ്പോഴേക്കാണ് കേൾക്കുക അടുത്ത വീട്ടിൽ ഒരാൾ പോയിട്ടോ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മളുടെ കാര്യം പോകും. ആ ഭയമാണ് യവനേശ്വരൻ ആരുടെ കൂടെ ആക്രമിക്കാൻ വേണ്ടി വന്നു? ചണ്ടവേഗന്റെ കൂടെ വന്നു. കാൽമുട്ട് വേദനയുടെ കൂടെ വന്നപ്പോൾ മുട്ടിന്റെ കൂട്ടത്തിൽ കൂടെ ഈ പറഞ്ഞൊരു സാധനം കൂടി കയറി. ഭയം, മരണഭയം എന്ന് പറഞ്ഞ ചണ്ടവേഗൻ വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചണ്ടവേഗന് കുറേ എന്താണ് സേനാനികളുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? കുറേ ആനപ്പുറത്തും കുറേ കുതിരപ്പുറത്തും കുറേ കാലാപ്പടയൊക്കെ ആയിട്ട് ചണ്ടവേഗന് സൈന്യങ്ങൾ യവനേശ്വരനുണ്ടായിരുന്നു. അതൊക്കെ ആരൊക്കെ അറിയോ? ആദി വ്യാധി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. 70 വയസ്സാകുമ്പോഴേക്കും ആദ്യം വ്യാധി വരില്ലേ? ഇപ്പം നമുക്ക് ആദി വന്നാലും വ്യാധികൾക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 70 വയസ്സാകുമ്പോഴേക്കും ആദി പറഞ്ഞാൽ ഇന്ന് കുട്ടികൾ പോയിട്ടുണ്ട്, എപ്പോഴാണ് വരിക? പേരക്കുട്ടി അവിടേക്ക് പോയിട്ടുണ്ട്, ഇനി ഭക്ഷണം കഴിച്ചോ, ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അതൊന്നും കഴിക്കില്ല ആ കുട്ടിക്ക്. അവിടെ ഇങ്ങനെ ആദ്യ പറ്റിയിട്ട് ആദികള് അവനോനെ പറ്റിയിട്ടല്ല, അവനോന്റെ മക്കളെയും മക്കളുടെ കുട്ടികളുടെ മക്കളെ അയൽവീട്ടിലെ ആൾക്കാരൊക്കെ ആലോചിച്ചുകൊണ്ടുണ്ടാവും. അതാണ് ആദി. ഞാനെന്റെ പെണ്ണുമാട് പറയുന്നത് നിങ്ങളുടെ വെറുതെ കുട്ടികളുടെ അവരുടെ പാട് നോക്കി ജീവിച്ചോട്ടെ, എന്തിനാ അവരുടെ കഷ്ടപ്പെടാൻ നിൽക്കണത് അല്ലേ? അവരുടെ ജീവിതത്തിൽ സന്തോഷിച്ചുകൊണ്ട് അതിൻ്റെ 4 വയസ്സാവും, നിങ്ങളുടെ 4 വയസ്സാവും. നിങ്ങൾ ഈ ആദ്യം വ്യാധിയാക്കാൻ സമയം കൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് ആര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ നേരെ കൊണ്ടുപോകും. ഇവരുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ നിങ്ങളുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നു. ഈ പറഞ്ഞ വയസ്സിനെ അപമാനം കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾ. നിങ്ങളുടെ അച്ഛനമ്മയെ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങൾ സ്വന്തം കാര്യം ഇന്നത്തെ ആദ്യം കാര്യം. അപ്പോ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിങ്ങനെ ആലോചിച്ചുണ്ടാക്കിയിട്ട് ഇന്ന് ജോലിക്ക്
പോയിട്ടുണ്ടെന്നാവില്ല. അപ്പോഴേക്കും ആ കുട്ടിക്കാണെങ്കിൽ വയറുവേദനയാണ്. അതെന്തായി വയറുവേദന വരാനുള്ള കാരണം എന്താ? അതിന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നാവോ? അതിനിങ്ങനെയാണ്. രണ്ടാമത്തേനാണെങ്കിൽ ഇത് പറയണ്ട തോറ്റു ഇല്ലേ, പരസ്പരം പറയാനും പറയാനില്ല. ഇല്ലേ പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ പറയാറുള്ളതാണ്. ഉദാഹരണത്തിന് പറയുക എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ അതിനാണ് വ്യാധി എന്ന് പറയുക. എന്താ ആദി എന്ന് പറയുക? എന്താ വ്യാധി എന്ന് പറഞ്ഞാൽ? ആദിയും വ്യാധിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആരുടെ സൈന്യങ്ങളാ? യവനേശ്വരൻ എന്ന് പറയുന്ന പേടിയുടെ സൈന്യങ്ങളാണ്. നമുക്കൊക്കെ പേടിയല്ലേ? ആദി പറഞ്ഞ പേടിയല്ലേ? അല്ലേ? ആദി പറഞ്ഞ പേടിയല്ലേ? വ്യാധി എന്ന് പറഞ്ഞാലോ അതും പേടിപ്പിക്കുന്ന സാധനമാണ്. നമ്മളെ പേടിപ്പിക്കുന്ന സാധനങ്ങളാണ് ആദിയും വ്യാധിയും. വ്യാധി പറഞ്ഞ പനി ഇല്ലേ, അതുമാതിരി വല്ല എന്തെങ്കിലും ക്യാൻസർ, ഇവിടെ എവിടെയെങ്കിലും വല്ല മുഴ ഉണ്ടെന്നുണ്ടെങ്കിൽ കേമായി, അല്ലെങ്കിൽ ഇവിടെ വല്ല ആരോഗ്യ മുഴ, അതെ ഒന്ന് പോയിട്ട് അവിടെയൊക്കെ പൊക്കോളൂ എന്ന് പറയുമ്പോഴേക്കും വ്യാധി. അത് മാറ്റി അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞ ഒരു MRI ഒരു CT സ്കാനൊക്കെ എടുക്കാൻ പറയുമ്പോഴേക്കും MRI കണ്ടപ്പോഴേക്കും അതായി. പിന്നെന്താണ് അടുത്ത ഡോക്ടർ ഒരു ബയോപ്സിക്ക് അയച്ചോളൂ പറയും. പിന്നെ ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ല, അതിനെ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ റിസൾട്ട് കിട്ടുന്ന വരെ ഗുരുവായൂരപ്പ ഞാൻ അവിടെ വന്നിട്ട് ആദ്യപ്രദക്ഷിണം കഴിച്ചുകൊണ്ട് സൈന്യപ്രദക്ഷിണം കഴിച്ചുകൊണ്ട് അവിടെ പായസം കഴിച്ചുകൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് ഇല്ലേ റിസൾട്ട് വരുമ്പോൾ ഗുരുവായൂരപ്പൻ കാത്തില്ലേ. അത് അപ്പോഴേ ഗുരുവായൂരപ്പനെ വേണ്ടു, അത് വരക്കും വേണ്ട. എന്തെങ്കിലും വ്യാധി വന്നാൽ അപ്പൊ വേണം ഗുരുവായൂരപ്പൻ വേണം. പനി പിടിച്ച് കിടക്കുമ്പോൾ എന്താ പറയാ, ആവോ അമ്മേ അയ്യോ ആവോ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കണ്ടതില്ലേ? അതാ പറഞ്ഞത്. ഈ ആദ്യ വ്യാധികളൊക്കെ വരുമ്പോ ഇതൊക്കെ മനുഷ്യനെ ആക്രമിക്കുന്നവരാണ്. അതാണ് യവനേശ്വരനും അവന്റെ അനുയായികളും എല്ലാവരും കൂടിയിട്ട് ആക്രമിച്ചു എന്ന് പറയുന്നത്. ഇങ്ങനെ വിഷയസുഖങ്ങളിൽ മുഴുകി നമ്മളെ പോലുള്ള ജീവന്മാരെ ആ അജ്ഞാന സ്നേഹിതനായിട്ടുള്ള ആ ഈശ്വരനെ എപ്പോഴും ഓർക്കില്ല. എന്താ എപ്പോൾ നോക്കിയാലും ഈ ആദ്യം കാരണം മക്കളെ പറ്റിയിട്ടുള്ള ചിന്തയും അവനവൻ അസുഖങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയും ആലോചിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഭാഗവതം വായിക്കുന്ന നോക്കൂ, ശ്രദ്ധ വരുമോ? കുട്ടി ഇപ്പം അവിടേക്കാ പോയി, സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണി നേരത്തെ ബസ് വന്നില്ല, ബസ് വന്ന് പോയി കുട്ടിയെ കണ്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് ഭാഗവതം വായിച്ച് നോക്കൂ, അല്ലെങ്കിൽ രാമായണ ഭഗവത്ഗീത ഒന്ന് നോക്കി വായിക്കാൻ ശ്രദ്ധ വരുമോ? ഇല്ലല്ലോ. അപ്പം അതാ പറഞ്ഞ ആ സമയത്ത് ജീവൻ ഇതേമാതിരി ആ അജ്ഞാന സ്നേഹിതനായിട്ടുള്ള ഈശ്വരനെ ആ ജീവൻ എപ്പോഴും ഓർക്കുന്നില്ല. അങ്ങനെ പത്നിയെ ഇങ്ങനെ ഈ ഭാര്യയെ പറ്റിയിട്ടില്ലേ അങ്ങനെയുണ്ട് പറയില്ലേ, ഭാര്യ ഭർത്താവിനോട് പറയും, അതെ നിങ്ങൾ പോണേൻ്റെ മുമ്പ് ഞാൻ പോയാൽ നന്നാർന്നു എന്ന് പറയും. ഭർത്താവ് പറയും, ഭാര്യയോട് പറയും, അതെ നീ പോയിട്ടേ ഞാൻ പോയിട്ട് നീ പോയാൽ മതിട്ടോ. ഭാര്യ പറയും നിങ്ങൾ പോയിട്ട് ഞാൻ പോയാൽ മതിട്ടോ. രണ്ടുപേരും പരസ്പരം ഇല്ലേ, പറയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭാര്യയെ പറ്റി ചിന്തിച്ച് ഭർത്താവും ഭർത്താവിനെ പറ്റി ചിന്തിച്ച് ഭാര്യയും കൂടിയിട്ട് ഇങ്ങനെ അവസാനം എന്തുണ്ടായത്, ഇങ്ങനെ ഓർത്തോർത്ത് ആ പത്നിയെ ഓർത്തോർത്ത് രാജാവ് മരിച്ചു. നമുക്കൊക്കെ കാലാവധി കിട്ടോ. ഇപ്പൊ പങ്കേച്ച് രാമരേട്ടനെ ചൂണ്ടിരിക്കുന്ന രാമരേട്ടൻ പങ്കേച്ച് ഞാൻ പോയത് ഇപ്പൊ അവർക്കാരെന്നുണ്ടാവും രാമരേട്ടൻ. പങ്കേച്ച് പറയും ഞാൻ പോയിട്ട് രാമരേട്ടനെ ആരാ നോക്കുക എന്നുള്ളതായില്ലേ. ഇതൊക്കെ സാധാരണ അങ്ങനെ തന്നെ ഞാനും അങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ആദ്യം പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ജീവിച്ചോ. അപ്പോൾ അവൾ പറയുന്നു ഞാൻ പോയിട്ട് പോയാൽ ഏട്ടൻ പോയാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആശ്രമത്തിൽ പോയിട്ട് സ്വാമി എന്നെ നോക്കിക്കൊള്ളുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ തമ്മിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകാത്തിട്ടുണ്ടെങ്കിൽ നിവർത്തിയില്ല. അങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു. ഞാൻ എന്താ എന്നോടൊക്കെ പറയാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമ്മളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ പുരഞ്ജനോപാഖ്യാനം എന്നുള്ള കഥകളൊക്കെ നമ്മളുടെ കഥ തന്നെയാണ്. നമ്മളിതൊന്നും അറിയില്ല, ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ ഈ അപ്പോഴെന്താ പറയണത്, ഹേ പ്രാചീന വർഗീസേ, ഇത്രയായിട്ടും അജ്ഞാന സ്നേഹിതനെ മറന്നിരിക്കുകയാണ്, ഈശ്വരനെ മറന്നിരിക്കുകയാണ് നമ്മളൊക്കെ. അങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞിട്ട് രാജാവ് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. മരിച്ചു പോകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയണ്ടായി, നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജഡം കൊണ്ടുപോയിട്ട് സ്ഥൂല ശരീരത്തിനെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ട് അല്ലെങ്കിൽ ജയിപ്പിക്കുകയും ചെയ്യും. ആ സൂക്ഷ്മ ശരീരം നമ്മൾ ചെയ്ത പുണ്യങ്ങളും പാപങ്ങളും കൂട്ടിയിട്ട് 14 ദിവസം എന്തുണ്ടാവുക, നമ്മൾ ഈ 16 കൊണ്ട് പറയുന്നതറിയോ, ഒരു ജീവൻ മരിച്ചു പോയാൽ അവൻ ആ ശരീരത്തിനോട് കൂടുതൽ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക, ആ 14 ദിവസം ആ
ആ ശരീരത്തിനെ നോക്കി ഇങ്ങനെ കരയുന്നത്. അതിനാണ് ജോസേനെ ഓരോരുത്തർ വിളിച്ചിട്ട് വെറുതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വെളിച്ചമ്മ പോയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ജീവിതം കൊടുക്കില്ലേ, കൊടുത്തിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ആ 14 ദിവസം കഴിഞ്ഞ് അവസാനം ബന്ധുക്കളൊക്കെ ചെയ്യാം എല്ലാം കൂടി മുന്നാഴിക്രിയ എന്നും പറഞ്ഞ് ഇതിനായിട്ടുണ്ടോ ഒറ്റ തട്ട് എവിടേക്ക് പോയിട്ട് ഇല്ലേ, രാത്രി പോയിട്ട് പലപ്പിന്നിടാന്നൊക്കെ പറഞ്ഞില്ലേ, രാത്രി പോയിട്ട് അണ്ടര കഴിഞ്ഞിട്ട് ആരും കാണാൻ പാടില്ല, ആരെയും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾ പിടിക്കുന്നൊക്കെ പറയില്ലേ. ഒക്കെ പണ്ടത്തെ കാലത്ത് എപ്പോഴൊന്നും ഇല്ല, ഇപ്പോൾ ചില വീടുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഇല്ലേ, രാത്രി 2:30 മിനിറ്റ് ആരെയും കാണാൻ പാടില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ജീവൻ പോയിട്ട് അയാളുടെ മുകളിൽ കയറിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, വേദം പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പേടിപ്പിക്കില്ല, വേറൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഈ 15 ദിവസം കഴിഞ്ഞിട്ട് അയാൾ ചെയ്ത കർമ്മങ്ങൾ ഇരുന്ന് ഞാൻ ഇന്നലെ പറയുണ്ടായി, നമ്മുടെ വയസ്സാം കാലത്ത് എങ്ങനെയാണോ 80 വയസ്സിൽ ഓരോന്ന് ആലോചിച്ച് നമ്മൾ തലമുണ്ടാക്കുന്ന രീതിയിൽ ഈ 14 ദിവസം ഈ ജീവൻ താൻ ചെയ്ത തെറ്റുകളും കാണാം, ആ തെറ്റുകൾ ഓർത്തോളം പശ്ചാത്തലത്തിലുകൊണ്ട് എനിക്ക് എവിടേക്കാ പോകേണ്ടത് അറിയാതെ അത് അങ്ങനെ ആ സമയത്താണ് എന്തുണ്ടാവുക, കാകകുശുണ്ടി പറഞ്ഞിട്ടൊരാളുണ്ട്. അതൊരു കഥയാണ്. നമ്മൾ 16 ഉണ്ടെങ്കിൽ കാക്കയെ വിളിച്ച് കൊടുക്കാറുണ്ടോ ഇല്ലേ, ഇവരുടെ കൂടെ കാക്കയ്ക്ക് പോകില്ല, എപ്പോൾ കാക്കയ്ക്ക് തരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ സാത്ത കൂട്ടി കഴിഞ്ഞാൽ 16 കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടേ വെച്ചിട്ട് കാ 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 പറഞ്ഞിട്ട് കൂട്ടില്ലേ ഉണ്ടോ? കാക്കയെ വിളിക്കുകയാണ്. എന്തിനാ കാക്കയെ വിളിക്കുന്നത്? കാക്കയെ വിളിക്കുന്നത് അതിന് ഒരു കഥയുണ്ട്, അതുകൊണ്ട് പറയാം. സമയം വായിച്ചുള്ള തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഇതിന് അപ്പത്തിന് വായിച്ചുള്ളൂ, ഇപ്പം വായിക്കാനില്ല. ഈ കാകകുശുണ്ടി പറഞ്ഞിട്ടുള്ള ഒരു മുനിയുണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രന്റെ വലിയ ഭക്തനാണ്. ശ്രീരാമചന്ദ്രൻ അതായത് ഈ എന്താ പറയുക 4 യുഗങ്ങളുണ്ട്. ഓരോരോ യുഗങ്ങളിലും ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നു. അതൊക്കെ യുഗങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പോ ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ, അത് ദ്വാപരയുഗത്തില് കണ്ണൻ, പിന്നെ കലികാലത്തില് കൽക്കി പറഞ്ഞിട്ടുള്ള അവതാരങ്ങളൊക്കെ ഇല്ലേ. ത്രേതായുഗത്തിൽ ഈ കാകകുശുണ്ടി എന്ന് പറയുന്നതിനുള്ള മുനി രാമചന്ദ്രന്റെ വലിയ ഭക്തനാണ്. ഒരിക്കൽ രാമായണത്തില് പാർവതി ദേവി പരമേശ്വരനോട്, നമ്മുടെ രാമായണത്തിലാണ് ആദ്യം രാമായണം പറഞ്ഞു കൊടുക്കുന്നത് ആരാ? വാൽമീകി എഴുതുന്നതിന് മുന്നേ രാമനെ പറ്റി പറഞ്ഞു കൊടുത്തത് ഭഗവാൻ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ്. ഇല്ലേ, നമ്മൾ രാമായണം വായിക്കാറില്ല. രാമായണത്തിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ എന്താണ്? പാർവതി പരമേശ്വരന്മാരുടെ സംവാദമാണ്. ഈ പാർവതിക്ക് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്ന രാമായണത്തിനെ പറ്റിയിട്ട് ഈ കാകകുശുണ്ടി എന്ന് പറയുന്ന ശിവന്റെ ഭക്തനാണ് കാകകുശുണ്ടി. പിന്നെ രാമന്റെ വലിയ ഭക്തനാണ്. അങ്ങനെ ശിവൻ പറഞ്ഞു കൊടുത്ത ആ രാമനെ പറ്റിയിട്ട്, രാമന്റെ കഥകളും രാമനെ പറ്റിയുള്ള പെരുമാറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ആദ്യ കാലം കൊണ്ട് തന്നെ ഈ രാമന്റെ ഭക്തനായിട്ട് തീർന്നു. ഈ കാകഭൂഷുണ്ടി പേരൊക്കെ കെട്ടിയിട്ടാണ്. ഈ കാകഭൂഷുണ്ടി കേട്ടുകൊണ്ട് ഇരുന്നു എന്നാണ്. അങ്ങനെ ഈ ത്രേതായുഗം വന്നപ്പോ മേഘനാഥൻ പോയിട്ട് രാമനെ പോയിട്ട് എന്താ അസ്ത്രം ഉപയോഗിച്ചത്? ഇല്ലേ, രാമനെ മോഹാസ്യപ്പെടുത്തിയോ? നാഗഭാഷാസ്ത്രം. രാമായണം എന്ന ആൾക്കാരോ നാഗഭാഷാസ്ത്രം എന്ന് വെച്ചാൽ ആരാ ചെയ്തത്? മേഘനാഥനല്ലേ രാമനെ പോയിട്ട് ഇതാക്കിയത്. ഇതിപ്പോ രാമായണം വായിച്ചു രാമന്റെ എപ്പോഴും സീതാ രാമൻ പ്രവാചകല്ലേ. മേഘനാഥൻ പോയിട്ട് യുദ്ധത്തിന് വന്നപ്പോൾ എന്തുണ്ടായി? ആദ്യം പോയിട്ട് രാമനും ലക്ഷ്മണനൊക്കെ മൂർച്ഛിച്ച് കടത്തി നാഗവാസ്ത്രം. അപ്പൊ എന്ത് ചെയ്തു? നാരദൻ പറഞ്ഞു, ജാമ്പവാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഗരുഡനെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല ഹനുമാൻ പറഞ്ഞു, ഗരുഡനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഗരുഡൻ വന്നു എന്നാ പറയുന്നത്. ഗരുഡൻ ആരാ?
ഗരുഡനാണ് വിഷ്ണുവിന്റെ വാഹനല്ലേ, വിഷ്ണുവിന്റെ അവതാരം തന്നെയല്ലേ ശ്രീരാമചന്ദ്രൻ ആണല്ലേ. അങ്ങനെ വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ഗരുഡൻ വന്നപ്പോ ക്ഷണിച്ച് വരുത്തിയ ആൾക്കാർക്ക് ഒരു മസിൽ പിടിക്കുന്ന പരിപാടിയില്ലേ. നമ്മളിപ്പോൾ ആരെങ്കിലും ക്ഷണിച്ച് സദസ്സിൽ കയറിയിരിച്ചിട്ടുണ്ടെങ്കിൽ സന്ദീപ് വാര്യരെ പറഞ്ഞ ആൾ ക്ഷണിച്ച് കയറിയിരിക്കില്ല പറഞ്ഞപ്പോഴേക്കും ആൾ ആ വാർത്തയും കിട്ടുക, അയാളുടെ എല്ലാ സ്ഥാനങ്ങളും മാറ്റി കടന്നിട്ടുള്ള ആൾക്കാരല്ലേ. അതേമാതിരി തന്നെയാണ് വേറെ ക്ഷണിച്ച് വരുത്തിയ ആൾക്കാർക്ക് കുറച്ചൊരു അഹങ്കാരം കുറച്ച് കൂടുന്നതാണ്. ഇപ്പൊ ഗരുഡൻ വന്നപ്പോ ഗരുഡനെ കണ്ട വഴിക്ക് നാഗങ്ങളൊക്കെ കൊത്തി തിന്നു. രാമചന്ദ്രൻ എഴുന്നേറ്റപ്പോ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നീറ്റപ്പോ രാമചന്ദ്രൻ അനുഗ്രഹിച്ചു. ഗരുഡൻ പോകുമ്പോ സമയത്ത് നാരദനോട് യുദ്ധം ചെയ്തു. നാരദ മഹർഷി, രാമൻ ഇത്ര വലിയ ആളല്ലേ, ഈശ്വരനല്ലേ, എന്തിനാപ്പ എൻ്റെ സഹായം ആവശ്യമില്ലാതെ? അവിടെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എൻ്റെ സഹായം എന്തിനാപ്പത്ര ആവശ്യം? ഭഗവാൻ എന്തിനാപ്പം എൻ്റെ സഹായം ആവശ്യം വന്നത്? ഞാൻ അവിടുന്ന് വരുന്നത്, വൈകുണ്ഠത്തുനിന്നാണ് വരുന്നത്, കുറേ ദൂരേക്ക് പറന്നു പോകണം, അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ ജീവിക്കേണ്ട വല്ല ആവശ്യമില്ലെന്ന് രാമനെ നീക്കാറിഞ്ഞിട്ടേ എന്ന് പറഞ്ഞപ്പോ രാമന്റെ ചരിത്രം, രാമനപ്പത്ര കഴിവൊന്നും ഇല്ലാതെ ഇല്ലേ. ഗരുഡന്റെ കഴിവ് തോന്നി, രാമന് വലിയ കഴിവൊന്നുമില്ല. വെറുതെ ഞാൻ തന്നെ വലിയ ആളുകൾ അഹങ്കരിച്ചുകൊണ്ട് പോകണമെന്നാണ് നാരദനെ കണ്ടപ്പോ നാരദനോട് എന്താ ചോദിച്ചത്? നാരദൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഗരുഡ നേരെ പൊക്കോളൂ, ബ്രഹ്മദേവനോട് ചോദിച്ചോളൂ. ബ്രഹ്മദേവൻ പറഞ്ഞു തരുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞപ്പോ ബ്രഹ്മദേവൻ അവിടുന്ന് പറഞ്ഞു, ബ്രഹ്മദേവ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ശ്രീരാമചന്ദ്രന്റെ മഹത്വം എന്താ? ഞാനാ പോയിട്ട് ശ്രീരാമചന്ദ്രനെ രക്ഷിച്ചത് ഞാനാ. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ കാര്യത്തിൽ മഹത്വം എനിക്കല്ലേ. കേട്ട വഴിക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഗരുഡ കാര്യം ചെയ്തോളൂ, വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ചോദിക്കുമ്പോൾ ഭഗവാന്റെ രാമനോട് ചോദിക്കാൻ പറ്റില്ലേ? പരമേശ്വരൻ്റെ ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റും. പരമേശ്വരൻ്റെ അടുത്തേക്ക് പൊക്കോളൂ പറഞ്ഞു. ഗരുഡൻ നേരെ പരമേശ്വരൻ്റെ അടുത്തെത്തി, ചെന്നു, നമസ്കരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നല്ല ഉത്തരം പറയാൻ പറ്റില്ല. അതായത് ശ്രീരാമചന്ദ്രന്റെ മഹാത്മ്യം എനിക്കും പറയാൻ പറ്റില്ല, ബ്രഹ്മദേവനും പറയാൻ പറ്റില്ല, നാരദനും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ മോഹാലസ്യം പെട്ടത് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പരമേശ്വരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്ന സ്ഥലത്ത് ഒരു മുനിരിക്കുണ്ട്, ആ മുനിയുടെ പേരാണ് കാകഭുഷുണ്ടി പറഞ്ഞൊരു മുനിരിക്കുണ്ട്, അയാളുടെ അടുത്തേക്ക് പൊക്കോളൂ. കാകഭുഷുണ്ടി അന്വേഷിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോ കാക്കട രൂപത്തില് കഴുത്ത് മുകളിലിപ്പോ ദർശനമോതില്ലേ, അതേമാതിരി കാക്കട ഇതുപോലെ ഒരു മുനിയിരിക്കുന്നുണ്ട്, കാക്കട കഴുത്ത് കാക്കട കൊക്കൊക്കെ ഇരിക്കുന്നുണ്ട്, കാകഭുഷുണ്ടി ഇരിക്കുന്നുണ്ട്. അവിടെ ചെന്നു. ഇപ്പൊ അഹങ്കാരം കൊണ്ടാണ് പോണത്. ഗരുഡൻ ചോദിച്ചു, ഞാനേ ബ്രഹ്മദേവനൊക്കെ അതുമാതിരി പരമേശ്വരനൊക്കെ പറഞ്ഞു വന്നതാണ്, ഇങ്ങനെ പരമേശ്വരൻ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ഇതായി അങ്ങാണ് ഉത്തരം പറയുന്നത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കാകഭുഷുണ്ടി പറഞ്ഞു, ഞാൻ ജനിച്ച് എന്നാണോ സൃഷ്ടി ഉണ്ടായത് അന്ന് ജനിച്ചിട്ടുള്ള ആളാണ്. ഇതുവരെ എനിക്ക് മരണം സംഭവിച്ചിട്ടില്ല. ഇവിടെ ഏതെല്ലാം സൃഷ്ടികൾ നടക്കുന്നു, ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അവരെ എല്ലാം ഞാൻ അറിയാം. കാകഭുഷുണ്ടി പറഞ്ഞു, ഞാൻ അറിയാം. അതല്ലേ? അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഇപ്പോ ഇതുവരെയ്ക്ക് 11 പ്രാവശ്യം ശ്രീരാമചന്ദ്രൻ ജനിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ 13 വട്ടം ജനിച്ചിട്ടുണ്ട്. അത്രയും പഴക്കമുള്ള ആളാണ് ഈ കാകഭുഷുണ്ടി പറഞ്ഞിട്ടുള്ള ഞാൻ. അപ്പോ ഈ ശ്രീരാമചന്ദ്രൻ എന്തിനാണ്, നിന്റെ ചോദ്യം എന്താ? എന്താണ് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ മിണ്ടാതിരുന്നത്? ശ്രീരാമചന്ദ്രന്റെ കഴിവുകളെ പറ്റിയിട്ടാണ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് ഭഗവാന്റെ ഒരു നാടകമായിരുന്നു ഉണ്ടായിരുന്നത്. ഭഗവാൻ സൃഷ്ടി നടത്തിയത് ഒരു പ്രപഞ്ച ലീലയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ലീലയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടി നടത്തിയിട്ടുള്ള ഭഗവാനാണ് മിണ്ടാതിരുന്നത്. കാരണം ശത്രുവിനെ തോൽപ്പിച്ചു എന്ന ബോധം മേഘനാഥനുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ അഹങ്കാരത്തിന് കാരണമായിരിക്കും. അവന്റെ അവസാനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അഭിനയിച്ചതാണ്. എത്രയോ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തില് കാണിച്ചിട്ടില്ല.
കാകകുശുണ്ഠിയുടെ വിവരം കിട്ടിയപ്പോൾ ഗരുഡൻ തന്നെ വൈകുണ്ഠത്തിൽ പോയി ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ ചിരിച്ചിടുന്നു, വിഷ്ണു ഭഗവാൻ ചിരിച്ചിടുന്നു. നമ്മുടെ സംശയമാറിയേ ആദ്യം പറഞ്ഞിട്ട് ആ ഒരു കഥ. ഈ കാകകുശുണ്ഠിയാണ് ആ കാകകുട്ടിക്ക് കാതിന്റെ അവസാനമില്ല, കാകകുശുണ്ഠിക്ക് ഇല്ല, അവരെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മരിച്ചു പോയ ആത്മാക്കളെല്ലാം, ആ ആത്മാക്കളുടെ റെക്കോർഡുകളെല്ലാം ഈ കാകകുശുണ്ഠിക്കല്ല. അങ്ങനെ ലോമഹർഷണൻ എന്ന് പറയുന്ന ഭൂതന്റെ അച്ഛൻ ഒരു ദിവസം ഇതുമാതിരി ഈ കാകകുശുണ്ഠിക്കും അഹങ്കാരം കുറച്ച് വന്നു. ഇങ്ങനെ നടന്നുകൊണ്ട് പോണ സമയത്ത് ലോമഹർഷണനെ കണ്ടിട്ട് ആരും ഇതാക്കിയില്ല, ബഹുമാനിച്ചില്ല എന്ന കാരണം കൊണ്ട് ലോമഹർഷണൻ കാകകുശുണ്ഠിയെ ഒരു കാക്കയായിട്ട് പോട്ടെ. അന്ന് തൊട്ടാണ് കാക്കകളുടെ പറയുന്നത്. ആ കാക്കയ്ക്ക് വിവരമുണ്ട്. സങ്കല്പം എന്താ? ആ കാക്കയാണ് ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന കവ്യങ്ങൾ ഇല്ലേ, കൊടുക്കണില്ലേ, ആ കവ്യങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ച് നാളെ നമ്മളൊക്കെ മരിച്ചു പോയാലും എന്നെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് വരുന്നത് ഈ കാക്കയാണ് എന്നൊരു സങ്കല്പത്തിനുമാണ് ഈ പറഞ്ഞ കാക്കയെ വിളിച്ച് നമ്മൾ വിളിക്കുന്നത്. അത് കാകകുശുണ്ഠിയെ വിളിക്കുകയാണ്. ഇതൊന്നും ഞാൻ കൊടുക്കുന്ന കവ്യം എന്ന് കൊണ്ടുപോയിട്ട് എൻ്റെ അച്ഛന് കൊടുക്കൂ, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ആ ചരിത്രം അതാണ്. ഇതാർക്കും അങ്ങനെയുള്ളത് അപ്പോ ഇനിയെങ്കിലും നമ്മുടെ കാക്കയെ വിളിക്കുമ്പോ കാക്കയുടെ സ്വഭാവം എന്താ ഇല്ലേ? കാക്ക എവിടെയെങ്കിലും നല്ലത് പോയി തിന്നോ? ചീത്ത സ്ഥലത്ത് പോയിട്ടേ തിന്നുള്ളൂ ഇല്ലേ? അതാ പറഞ്ഞത്. എന്നാൽ ഈ കാക്കകളൊക്കെ കൊടുക്കുന്നത് എത്തിക്കുന്നത് ഈ കാക്കയാണ്. ഇനി കാക്ക വെക്കുമ്പോ ഇത് ആൺകാക്ക വേണോ പെൺകാക്ക വേണോ? ഇവിടെ വെളുപ്പുണ്ടത് പെൺകാക്ക, മറ്റത് കറുത്ത കാക്ക, അങ്ങനെയൊന്നുമില്ല. കാക്കാന്ന് മാത്രമേ ഉള്ളൂ. കാകകുശുണ്ഠി എന്ന് പറയുന്ന ശാപം കിട്ടിയിട്ടുള്ള കാകകുശുണ്ഠി എന്ന് പറയുന്ന മുനിയാണ് സൃഷ്ടി ഉണ്ടായ തൊട്ട് ഈ പറഞ്ഞ മരിച്ചുപോയ ആത്മാക്കൾക്ക് ഈ സംസ്കാരത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന കവ്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണ ഒരു റൂട്ടാണ് എന്നുള്ളതാണ്. അതിലാക്കുന്നത് ഈ കാര്യം പോട്ടെ. അതുകൊണ്ട് നമുക്ക് മരിച്ചു പോകുമ്പോൾ ഈ മരിച്ചു പോകുന്ന അപ്പം ആലോചിക്കട്ടെ, പറഞ്ഞ് ശരിയാണെന്ന് അവിടെ പോയി ചോദിക്കണം. എന്റെ പോട്ടെ, അത് പോട്ടെ. അങ്ങനെ ഈ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും സൂക്ഷ്മ ശരീരം കുറച്ചു നേരം അവിടെ നിന്ന് 14 ദിവസം അവിടെ നിന്ന് ഈ കാകകുശുണ്ഠിയുടെ കൂടെ പോയി ചെല്ലും. ഈ കാകകുശുണ്ഠിയാണ് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ശരീരം പുതിയൊരു ജീവിതം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ആരാണ്? വിദർഭയിലെ രാജ്ഞിയായിട്ട് ഈ ജീവൻ പോയിട്ട് ജനിച്ചു. അവിടെ വിദർഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഇങ്ങനെ വയസ്സാക്കാലെന്ന് പറഞ്ഞ നാമങ്ങളൊക്കെ ചൊല്ലി കുറേ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട്, അതായത് ഒരു സാത്വിക ബുദ്ധിയുള്ള രാജ്ഞിയായിട്ടാണ് അത്ര ആദ്യം ജനിച്ചത്. ഈ പുരന്തരം പറഞ്ഞിട്ടുള്ള ആളുകളുടെ സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട്, അതായത് അവിടെ പോയിട്ട് രാജ്ഞിയായിട്ട് ജനിച്ചു. ഇതിന്റെ മലയധ്വജൻ എന്ന് പറയുന്ന സാത്വിക ഗുണത്തെ വിവാഹം കഴിച്ചു. ഈ ജീവൻ കുറെ കഷ്ടപ്പെട്ടിട്ട് അവസാനം സത്വഗുണം വന്നാൽ മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ബോധത്തില് മലയധ്വജനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോ ആ സത്വഗുണം വന്നിട്ടുള്ള ജീവന് ഭക്തി എന്നൊരു ഗുരുവിനെ കിട്ടി എന്നാണ് പറഞ്ഞത്. അതായത് ഭർത്താവിനെ കിട്ടി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതായത് ഈ അവർക്കുണ്ടല്ലോ എത്ര കുട്ടികളുണ്ടെന്ന് പറഞ്ഞത്? 7 കുട്ടികളുണ്ടാകുന്നു. വലിയ മലയത്തിനും ഈ പറഞ്ഞ ഭക്തിക്കും കൂട്ടിയിട്ട് ഉണ്ടായത് ആരൊക്കെയത്? ശ്രവണം കീർത്തനം യസ്യ പറഞ്ഞിട്ടില്ലേ? അല്ലേ? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ഹാസ്യം. അതായത് മലയധ്വജൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന് ഭക്തി എന്ന് സത്വഗുണം വന്ന ഈ സ്ത്രീ കൂടിയപ്പോൾ, അതായത് സത്വഗുണത്തിന്റെ കൂടെ ഭക്തി കൂടിയപ്പോൾ അവർക്ക് എന്തുണ്ടായി? 7 കുട്ടികളുണ്ടായി. എന്താണ്? അതാണ് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ഹാസ്യം എന്ന 7 പുത്രന്മാരുണ്ടായി. പിന്നെ ബുദ്ധിവൃത്തി പറഞ്ഞിട്ടുള്ള ഒരു പുത്രി ഉണ്ടായി. അതായത് ബുദ്ധി ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലേ, സങ്കല്പങ്ങൾ എന്ന് പറയും. അതായത് വിവേകം എന്നൊക്കെ പറയില്ലേ, അതിനാണ് ബുദ്ധിപുത്രി എന്ന് പറയുന്നത്. ഇനി ആ പുത്രി ആരെ വിവാഹം കഴിച്ചു? അഗസ്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി ആരെ വിവാഹം കഴിക്കുക?
മനസ്സിനെ. അഗസ്ത്യനെ വിവാഹം കഴിച്ചു പറഞ്ഞ ബുദ്ധി, അതായത് ആ പുരഞ്ജനയുടെ മകള് വിവാഹം കഴിച്ചത് ആര്? ബുദ്ധിയെ മനസ്സിനെ വിവാഹം കഴിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ ആ മനസ്സിനെ അഗസ്ത്യൻ പറഞ്ഞ മനുഷ്യന്റെ മനസ്സാണ്. അപ്പോ ഭക്തി എന്ന് പറയുന്ന പുരഞ്ജനിയുടെ മകള് ബുദ്ധി എന്ന് പറയുന്ന മനസ്സിനെ സ്വീകരിച്ചു എന്ന് നമുക്ക് വേണം പറയാം. അപ്പോ ഭക്തി മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താർത്ഥം? അവിടെ ഈശ്വരൻ ഉണ്ടായിരിക്കും പറയുന്നത്. അപ്പോ മനുഷ്യന്റെ മനസ്സാണ് അഗസ്ത്യൻ. ആ അഗസ്ത്യനെ വിവാഹം കഴിച്ചു. അപ്പോ ഇനി എന്തുണ്ടായത്? ദൃഢച്യുതൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുത്രൻ ഉണ്ടായിരുന്നത്. എന്താ ദൃഢച്യുതൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താ അർത്ഥം? ഭഗവാൻ ഭക്തി വന്നപ്പോ, ജ്ഞാനമൊക്കെ കിട്ടിയപ്പോൾ, മനസ്സ് ഭക്തിയിൽ ലീനമായപ്പോൾ വൈരാഗ്യം, ദൃഢമായിട്ടുള്ള ചുതിയില്ലാത്തവനായി എന്നാണ്. സ്ട്രോങ് ആണ്. ദൃഢച്യുതൻ എന്ന പേരിൽ ഒരു മകൻ ഉണ്ടായി. അങ്ങനെ ആ വൈരാഗ്യം ഉണ്ടായി. അങ്ങനെ ഈ പറഞ്ഞ വിദർഭ രാജാവിന്റെ പുത്രിക്ക് സത്സംഗം കൊണ്ട് മനസ്സിൽ ഭക്തി നിറഞ്ഞ് വൈരാഗ്യമുണ്ടായി എന്ന് പറയുകയാണ്. പിന്നെ ആ വൈരാഗ്യം ഉണ്ടായിട്ടിരിക്കാണ് ജ്ഞാനോപദേശം ചെയ്യാൻ വേണ്ടിയിട്ട് നാരദൻ ഗുരു പറഞ്ഞില്ലേ? ആ ഗുരുവാണ് ആര്? അജ്ഞാതമായിട്ടുള്ള സ്നേഹിതൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചുരുക്കത്തില് ഈ സ്വയം പ്രകാശമയമായിട്ടുള്ള ജീവൻ ആ തൻ്റെ പരമഗുരുവായിട്ടുള്ള ആത്മാവിനെ അറിയാതെ ഈ പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ആ പഞ്ചഭൂതങ്ങളെ സ്വീകരിച്ചും കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ഓരോരോ ജീവനെ സ്വീകരിച്ചും കൊണ്ട് ഈ സംസാരത്തിൽ ഇങ്ങനെ കടന്നിങ്ങനെ അലയാണ് നമ്മളുമാരുടെ ജീവനൊക്കെ. ഇതൊക്കെ നമ്മളുടെ കഥ, പുരഞ്ജനോവാക്യം നമ്മളുടെ കഥ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ കർമ്മബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ അന്വേഷിക്കാറില്ല. എങ്ങനെയാണ് കർമ്മങ്ങൾ? ഒരു കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സുഖമുണ്ടാകും, ഒരു ദുഃഖമോ ഉണ്ടാകും. ആ കർമ്മം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖത്തിൻ്റെയും അധികാരം നമ്മളാണ്, ദുഃഖത്തിൻ്റെ അധികാരം നമ്മളാണ്. അതിൻ്റെ ഫലം അനുഭവിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവൻ ഒരു ദുഃഖത്തിൽ നിന്ന് മറ്റൊരു ദുഃഖത്തിലേക്ക് മാത്രമേ പോവുള്ളൂ. അല്ലാണ്ട് ജീവൻ ഒരു ദുഃഖം വിട്ടിട്ട് സുഖത്തിലേക്ക് പോകാൻ സാധിക്കില്ല. സുഖം ഉണ്ടെങ്കിൽ സുഖത്തിലേക്കേ പോവുള്ളൂ, ദുഃഖമുണ്ടെങ്കിൽ ദുഃഖത്തിലേക്കേ പോവുള്ളൂ. അങ്ങനെ ശരീരാഭിമാനം ഉള്ള കാലം വരയ്ക്ക് പറയാണ് നാരദ മഹർഷി പറയാണ്, ഹേ പ്രാചീന വർഗീയത്തെ, ശരീരാഭിമാനം ഉള്ളിടത്തോളം കാലം എന്തുണ്ടാവില്ല? കർമ്മബന്ധം മാറില്ല. അപ്പോ കർമ്മബന്ധം മാറ്റിയാൽ മാത്രമേ, കർമ്മമില്ലാതെയായാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. അങ്ങനെ മോക്ഷം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ജ്ഞാനമുണ്ടാവും. ജ്ഞാനമുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈരാഗ്യമുണ്ടാവും. നിരന്തര ധ്യാനം കൊണ്ട് ആ ഭക്തിയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ഈ ലൗകികമായിട്ടുള്ള ബുദ്ധി ജീവനെ ഉപേക്ഷിച്ചു പോകും. പിന്നെ നേരെ പോണത് എവിടേക്കാണ്? ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള പുരഞ്ജന തത്വം. അപ്പം ഇതിന് ചുരുക്കത്തിൻ്റെ രക്തത്തിൽ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മളിങ്ങനെ പ്രപഞ്ചത്തിൽ കടന്നിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ സുഖങ്ങളും ദുഃഖങ്ങളൊന്നും അനുഭവിക്കാതെ, കർമ്മങ്ങളൊന്നും അധികം ചെയ്യാതെ, അതാ പറഞ്ഞത്, കർമ്മങ്ങളൊന്നും അധികം ചെയ്യാതെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഭഗവാന്റെ കീർത്തനം പാടുക. അതാണ് പറഞ്ഞത്. ശ്രവണം, കീർത്തനം, സ്മരണം, ആ പാദസേവനം, അർച്ചനം, നന്ദനം, ദാസ്യം എന്ന് പറഞ്ഞിട്ടുള്ള ആ 7 മക്കളെ നമ്മളുടെ മനസ്സിനുണ്ടാക്കി ആ മക്കളുടെ നമ്മളുടെ പറയുന്ന കുട്ടികളല്ല, ഈ ഒരു ഭക്തി മനസ്സുവൻ ഉണ്ടാക്കേണ്ട, ജീവൻ ആദ്യം ഉണ്ടാക്കേണ്ട 7 മക്കളെയാണ് ഈ പറഞ്ഞ 7 മക്കള്. ആ 7 മക്കളിലൂടെ എന്തുണ്ടാവണം? ഭഗവത് പ്രാപ്തി പ്രാപിക്കണം എന്നുള്ള കഥയാണ് ഈ പുരഞ്ജനതത്വം എന്ന് പറഞ്ഞിട്ടുള്ള കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ സമയമായി. ഞാൻ ഭദ്രകാളിയെ പറ്റി പറഞ്ഞതൊക്കെ വിചാരിച്ചതായിരുന്നു, അത് നടന്നില്ല. എന്താ കാളി എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാക്കോ, അതൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ പറയാം. അങ്ങനെ ഇന്നിപ്പോൾ പുരഞ്ജനവാക്യം പറയാനാണ് ഭഗവാന്റെ തീരുമാനം, നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് കാരണം ഇന്നിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ ആവാം. നിങ്ങൾ വായിച്ചോളൂ. വായിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നരസിംഹാവതാരം വരണം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഹരേ നാരായണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ.
ഹരേ കൃഷ്ണ